നമ്മളിന്നുള്ളത് എയ്ഫറിലെ ആദ്യത്തെ JRF ഫാമിലിയുടെ കൂടെയാണ്. ഒരുപാട് എയ്ഫറൈറ്റ്സ് JRF നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. PG പഠിച്ചുകൊണ്ടിരിക്കുന്ന, PG പഠിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കുന്ന, ജോലി ചെയ്യുന്ന അമ്മമാരായിട്ടുള്ള, അച്ഛന്മാരായിട്ടുള്ള, അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരുപാട് ആളുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് എയ്ഫറിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു ഫാമിലി JRF അല്ലെങ്കിൽ JRF ഫാമിലിയുടെ കൂടെയാണ്. അതായത് ബോത്ത് പാർട്ട്നേഴ്സ്, ഹസ്ബൻഡും വൈഫും JRF ഹോൾഡേഴ്സാണ്. ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളിലാണ്, മലയാളം, അറബിക്, ഓക്കെ, രണ്ട് ഡിഫറെൻറ്റ് ലാംഗ്വേജ് സബ്ജക്റ്റുകളിൽ JRF നേടിയിട്ടുള്ള ആളുകളെ കൂടെയാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പലരും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വിജയികളോട് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള ആളുകൾ കൂടി വിജയികളാവാൻ വേണ്ടിയിട്ടാണ്. അതായത് വിജയിച്ച ആളുകളുടെ സിമിലർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസിലൂടെ പോവുകയും സ്ട്രഗിൾ ചെയ്യുകയും അതിൽ നിന്ന് വിജയിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വിജയികൾ എങ്ങനെയാണ് ആ ഒരു ആസ്പെക്റ്റ് ഓവർകം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലായാൽ ബെറ്ററായിട്ട് പ്രിപ്പയർ ചെയ്യാനും ക്വാളിഫൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്ന് നിങ്ങളൊരു ഫാമിലിയുടെ ഭാഗമാണെങ്കിൽ, നിങ്ങളൊരു പാർട്ട്ണറാണെങ്കിൽ, ഓക്കെ, എങ്ങനെയൊക്കെയാണ് നിങ്ങളെപ്പോലെ സിമിലർ ആയിട്ടുള്ള ഈ ഒരു JRF ഫാമിലിയും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എയ്ഫർ ഒരുപാട് കൾച്ചറൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്റ്റഡി ഒരു സ്ട്രക്ചറുകളിൽ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ എല്ലാ കാലത്തും എയ്ഫർ ശ്രമിച്ചിട്ടുണ്ട്. എയ്ഫറിൻ്റെ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസും മദേഴ്സാണ്. ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് മദേഴ്സാണ്. ഒരുപാട് ഏജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എയ്ഫറിലുണ്ട്. ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 67 വയസ്സായ സ്റ്റുഡൻസ് ഉണ്ട്, 50 വയസ്സായ സ്റ്റുഡൻസ് ഉണ്ട്. അതായത് ഒരു ഏജ് പരിമിതി ഇല്ലാതെ പഠിക്കുക, ലൈഫിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകളിൽ പഠിക്കുക എന്നുള്ള ഒരു കൾച്ചറൊക്കെ പരമാവധി ക്രിയേറ്റ് ചെയ്യാൻ. ബിക്കോസ് എയ്ഫർ വിശ്വസിക്കുന്നത് ഏജ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ലേണിംഗ്. ലൈഫിൽ വരുന്ന പഠനം, കല്യാണം, ഫാമിലി, പാരൻസ് എല്ലാം ഒരിക്കലും ഒരു പഠനത്തിനൊരെതിരാണ് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഹോൾ പ്രോസസ്സ് എന്നുള്ളതാണ്. അപ്പോൾ എയ്ഫർ ഇവരിലൂടെ, ഓക്കെ, നമ്മളെ ഈ ഒരു JRF ഫാമിലിയിലൂടെ നമ്മളും ഉദ്ദേശിക്കുന്നത് എനി ഫാമിലി ക്യാൻ ലേൺ, ഓക്കെ, എനി പാർട്ട്നേഴ്സ് ക്യാൻ ലേൺ, എനി കപ്പിൾസ് ക്യാൻ ലേൺ ആൻഡ് ദേ ക്യാൻ ക്വാളിഫൈ എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്. സോ വിശദമായിട്ട് നമുക്ക് നമ്മുടെ JRF ഫാമിലിയിൽ നിന്ന് കാണാം. ആദ്യമായിട്ട് നമുക്കുള്ളത് ഉനൈസയാണ്, മലയാളത്തിൽ JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ഉനൈസ. ഓക്കെ, അതോടൊപ്പം നമുക്കുള്ളത് ഷെവീലാണ്, മുഹമ്മദ് ഷെവീൽ. ഇപ്രാവശ്യം അറബിക്കിൽ JRF നേടിയിട്ടുള്ള ആളാണ്. ഓക്കെ, വൺസ് അഗെയിൻ, ഓക്കെ, കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ സംസാരിച്ച് തുടങ്ങാം. ഓക്കെ, ഒരു ആസ്പെക്റ്റുകളിൽ ബേസിക്കലി ഓരോരുത്തർക്കും അവരുടേതായ സിറ്റുവേഷനുകൾ ഉണ്ടാവും. ആ സിറ്റുവേഷൻ ഓവർകം ചെയ്തുകൊണ്ടാണ് ബേസിക്കലി എല്ലാവരും അവരുടേതായ സ്വപ്നങ്ങൾ സാധ്യമാക്കുന്നത്. അപ്പം ആദ്യം ഞാൻ ഉനൈസയോട് തന്നെ ചോദിക്കാം, ഇപ്പം നമ്മൾ തന്നെ ഏകദേശം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഫാമിലി ലൈഫ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തിലധികമായി. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി, ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തു. ഓക്കെ, അപ്പം നമ്മളെ നാട്ടിൽ ഫാമിലിക്ക് കൽപ്പിക്കപ്പെടുന്ന ഒരുപാട് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഒരുപാട് ഫങ്ഷൻസ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അതിൻ്റെ കൂടെ പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണെന്ന് പലരും പറയാറുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നിങ്ങൾ ഈ ജേർണി നാവിഗേറ്റ് ചെയ്തത്? എങ്ങനെയായിരുന്നു നിങ്ങൾ പ്രിപ്പറേഷൻ? ജസ്റ്റ് വാട്ട് യു ഹാവ് ടു സേ. ഫാമിലിയിൽ കൽപ്പിക്കപ്പെടുന്ന കുറേ സംഭവങ്ങളിൽ അത്തരം കൽപ്പനകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റത്തെ. പിന്നെ ഓരോ സമയത്തും നമ്മൾ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യാനായിരുന്നു. അതായത് ഇപ്പോൾ ഫറൂഖ് കോളേജ് പഠിക്കുന്ന സമയത്ത് അവളെ കല്യാണം കഴിക്കും. ഫറൂഖ് കോളേജ് പഠിക്കുന്ന സമയത്ത് അപ്പം നമുക്ക് ആദ്യം ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പഠിക്കുന്ന ഒരു ഫാമിലിയൊക്കെ ആയിട്ട് താല്പര്യമുള്ള ആളുകളായിട്ട് ഒരു കമ്പനി കിട്ടുക എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇത് കഴിഞ്ഞ ഉടനെ ഇവള് പഠനം നിർത്തി. ഞാൻ നിർത്തിയാണ്, പഠിക്കുന്നില്ല. യാഥാർത്ഥ്യം സംഭവിച്ച സംഭവമാണ്. അപ്പം ഞാനാണ് ഉന്തി പറഞ്ഞു വെച്ചാണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ആക്കി വെച്ചു. ഡിഗ്രി ഫിനിലായില്ല, PGൻ്റെത്. പിന്നെന്തായി, പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഓളോ റൂട്ട് ഓളോ നോക്കി, നമ്മളെ റൂട്ട് നോക്കി. സത്യം പറയണത് ഞാനാണ് ഫീൽഡിൽ നിന്ന് മാറിയത്. നമ്മൾ ഈ കുടുംബത്തിലെ മൂത്ത ആളാണ്. സ്വാഭാവികമായിട്ടും പെൺമക്കളില്ലാത്ത കുടുംബമാണ്. അപ്പം ഒരു മരുമോള് പെട്ടെന്ന് വരണം, ഒരു മോള് വരണം എന്നൊക്കെ ഉള്ള ഒരു താല്പര്യം ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ പുറമെയാണ് പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാകണം. അപ്പം അതിൻ്റെ ഒരു രസകരമായിട്ട് ഈ സംഗതികൾ ഞാൻ കഴിഞ്ഞ ഐഫറിൻ്റെ മീറ്റിലത് ഇങ്ങനെ പറഞ്ഞിരുന്നു അവിടെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓൾമോസ്റ്റ് കോളേജിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം
പിന്നെ നമ്മൾ ബിസിനസ്സൊക്കെ, പിന്നെ നമ്മളെ ബിസിനസ് ബോണ്ടുകളായി, ജോലി അതുമായി സർക്കിളിലുള്ള ആളുകളൊക്കെ ആയി. ഈ പഠന മേഖലയിലുള്ള ആളുകളായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ കുറഞ്ഞു. പക്ഷെ അത് നേരെ വേണത് തിരിച്ചു വന്നെന്നുള്ളതാണ് ഇവളെ ആയിട്ടുള്ളൊരു നമ്മുടെ മിംഗ്ലിങ്ങിൽ വന്നിട്ടുള്ള സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഫ്രണ്ട്സിനായിട്ട് ഒരുപാട് കമ്പനി ആയി എന്നുള്ളതാണ്. ഫറൂഖ് കോളേജിൽ പഠിച്ചിട്ടുള്ള. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവളെ ഗ്രൂപ്പിൽ മെസ്സേജ് തരും, അങ്ങനെ വീട്ടിൽ നിന്ന് പോകണം, മറ്റേ ഇടയ്ക്ക് നെറ്റ് എടുക്കണ. ഇപ്പോൾ ഇതിൽ പറയുന്നതിൻ്റെ പേര് നമ്മളെ ജാർഫ് മലയാളം ക്ലാസ് എടുക്കണ അതൊന്നും പറയത്തിട്ടോ. ഹിലാലിൻ്റെ പേര് വെച്ചാൽ ഞാൻ എന്നെ തല്ലും, കിപ്പണ്ട് വരാത്തോണ്ടാണ്. ഹിലാൽ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഹിലാലിന് ജാർഫ് കിട്ടി, ഓരോ വൈഫ് പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ചോദനങ്ങൾ വരുമല്ലോ. എന്താണിത്, നമ്മളെ മേഖലയാണല്ലോ ഈ പറയുന്നത്, നമ്മളാണ് അവിടെ ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഇവളതിലേക്ക് ഇറങ്ങുന്നത്. ഇവൾക്ക് കുറേ ഡോസ് കിട്ടിയാണ് ഇവളതിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ ഇറങ്ങും, കിട്ടായി ഒന്നുമില്ല. PG ജോയിൻ ചെയ്ത് സെക്കൻഡ് ഇയർ എത്തിയ സമയത്ത് എന്നോട് പറഞ്ഞു, കഴിഞ്ഞിട്ട് ഞാൻ എന്തെന്നുള്ളതിൽ എന്നോട് നെറ്റ് എഴുതിക്കോ. പറഞ്ഞു എനിക്ക് നെറ്റ് ചാൻസ് കുറവാണ്, എന്താ മാത്സും ഡാറ്റും ഒന്നും മാത്സ് ഒന്നും തീരെ അറിയില്ലല്ലോ, അപ്പം എനിക്ക് തീരെ പറ്റൂല എന്ന് പറഞ്ഞിരിക്കേന്. പിന്നെ എനിക്ക് പറ്റാണ്ടേന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെയാണ് PG റിസൾട്ട്. അങ്ങനെയാണ് പറഞ്ഞേ. അതെ അതെ. അപ്പോൾ പിന്നെ PG റിസൾട്ട് വരുന്ന മുന്നേ തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട് ബാസിമ് വിളിച്ച് പറഞ്ഞു, നാളെ ഐഫറിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യും, ഇന്ന് തന്നെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്തത്. സജില മിസ് അന്ന് മെൻറ്ററായിരുന്നു. ഹിലാല് ഓൾറെഡി ഐഫറിലുണ്ടെന്ന് എനിക്കറിയാം. ഹിലാലും ഞാനൊക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ടൈമിലാണ് ഏകദേശം ജോയിൻ ചെയ്തത്. അപ്പോൾ 2 മാസം എങ്ങാനും ഉണ്ടായിരുന്നുള്ളൂ എക്സാമിന്. എനിക്കൊന്നും അറിയില്ല, സിലബസ് അറിഞ്ഞതുപോലും ഞാൻ ഐഫറിൽ വന്നിട്ടാണ്. പക്ഷേ അന്ന് എനിക്ക് കമ്പൈനി സ്റ്റഡി വേറെ 2 പേരുണ്ടായിരുന്നു ഐഫറിൽ തന്നെ, 2 സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അവരന്ന് JRF അടിച്ചു. പക്ഷെ എനിക്ക് അന്ന് JRF അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഫുള്ള് നിങ്ങൾക്ക് കേൾക്കാനൊരു സുഖമില്ല, അത് വെറുതെ ഇങ്ങനെ പോണ്. പക്ഷെ ഇവിടെ നടന്ന കുറെ സംഭവങ്ങളുണ്ട്. ഇവര് അടുക്കളയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഡിസ്കഷനാണ്. അങ്ങനെ എല്ലാവരുടെ പർപ്പസ് എന്താ JRF നേടുന്നത്. ഇവർക്ക് 2 ആൾക്ക് JRF കിട്ടി, ഇവർക്ക് കിട്ടിയില്ല. നമുക്ക് ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. അന്ന് PhD വന്നിട്ടില്ല, ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തത്. പിന്നെ എന്റെ റോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. മൊത്തം അന്നാണ് കരച്ചിലും വീഴ്ചയിലും ഇതൊരു വിധത്തിലാണ് മാനേജ് ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മള് ഇതിനില്ല കിട്ടുമോ ആ ടീം നമ്മളുണ്ടല്ലോ, ഒരുമിച്ച് ഒരു 3 ആള് പഠിക്കുമ്പോ 2 ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത ടീം അങ്ങനെ ആവോ, അങ്ങനെയൊക്കെ നമ്മൾ ആശങ്ക ഉണ്ടായിരുന്നു. ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ എന്തൊക്കെ ഒരു ഇതില് അതങ്ങനെയാണ് പോയി എന്നുള്ളതാണ്. നമ്മൾ മാത്രം അറിയണുള്ളൂ കേട്ടോ വിഷയങ്ങളൊക്കെ. പരമാവധി പുറത്തോട്ടൊന്നും അങ്ങനെ വിടല്ല. കാര്യം പണിയെടുത്തൊക്കെ ആയിട്ടുള്ള ചെറുതായിട്ടുള്ള സർക്കിൾ അറിയണുള്ളൂ സംഗതികൾ. പക്ഷെ മോട്ടിവേഷൻ നാടന്മാരാണെങ്കിലും ഓര് ഒന്നാണ് മോട്ടിവേറ്റ് ചെയ്യും. അതെന്താ അടുത്തേല് കിട്ടൂലേ, ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ അറിയും. അന്ന് പിന്നെ അപ്പൊ എന്നോട് പറഞ്ഞു ഞാനും ജനുവരിയിൽ ഇതിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനാണ് എന്താണ് എന്റെ സങ്കടവും എന്റെ അതും കണ്ടിട്ട്. ഇവള് പറയുന്നത് മാത്സ് ഇതൊക്കെ ഭയങ്കരതാണ്. അപ്പൊ എനിക്ക് മാത്സ് ഒരു താല്പര്യമുള്ള ഏരിയ നമ്മൾ പണ്ട് സാമാര് പറയുന്നുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നോക്കി കണ്ടെത്തി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സംഗതി ഉണ്ടല്ലോ. എനിക്കത് കിട്ടാത്ത സംഗതിയാണെങ്കിൽ ഒരാൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റൂട്ട് ക്ലിയർ ആവും. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നിയാ ഇവർക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നതാ. ഇതിനെ സംബന്ധിച്ചിടത്തോളം മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു തോന്നൽ. എന്നെ നോക്കി നോക്കാം, സിലബസ് കൊണ്ട് മുതലേ ഒരു 10 ടോപ്പിക്കാണ് 2 എന്നൊക്കെ ഒരു ഓർമ്മ ഉണ്ട്. നമ്മൾ 3 സബ്ജക്ട് ചെയ്ത ടൈമിൽ പേപ്പർ 2 പേപ്പർ 3 അങ്ങനെയുള്ള സമയത്ത് എഴുതിയത്. അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞാല് ഇവളെ ഞാൻ ആദ്യം മോട്ടിവേറ്റ് ചെയ്തെന്ന് ഇവള് പറയും. എനിക്ക് ഓർമ്മ ചേട്ടാ സംഭവം പറഞ്ഞത് വെരി വെരി താങ്ക് യു. അറിയില്ല സംഭവം. പിന്നെ സത്യം പറയാൻ ഇവള് പഠിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അതിലേക്ക് വരുന്നത്. ഇരുന്ന് പഠനങ്ങളാണ്. അപ്പൊ ഞാൻ എന്റെ പെണ്ണുങ്ങളായതുകൊണ്ട് പറയല്ല, അങ്ങനെ ഒരു പ്രിവിലേജ് നമുക്ക് കൊടുക്കലുമില്ല, വേറെ വിഷയം. അതായത് കൊടുക്കുന്നൊരു തെറ്റൊന്നുമില്ല കേട്ടോ. അല്ല അങ്ങനെയാണെന്ന് അതിന്റെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇരുന്ന് പഠനങ്ങള് ഒരു പക്ഷെ ഇവര് വന്നൊരു സർക്കിളിന്റെ ഒക്കെ ഒരു സ്വഭാവമായിരിക്കും, വായനയും പഠനവും എഴുത്തും കുത്തും. അപ്പൊ ഞാനും അലക്കും, പിന്നെ നമ്മളൊന്ന് കൂടി കൊടുക്കാം, രസമുള്ളൊരു ഫീല് വിടുന്നു. ഞാനും വയ്ക്കാണ്ട് ഇറങ്ങി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ നെറ്റ് പഠിക്കാന്നുള്ളതിലേക്ക് വരുന്നത്. പിന്നെ വരുമ്പോ ഞങ്ങൾ 2 ആൾ ഡിസ്കഷൻ ഒരേ ഒരു സംഗതി JRF എന്നുള്ള അങ്ങനെ തന്നെ അല്ലേ. നമ്മൾ നെറ്റ് പറഞ്ഞ സംഗതി ചർച്ച ചെയ്തിട്ടേ ഇല്ല. പ്രത്യേകിച്ച് എന്റെ കൂടെ ഉള്ള 2 ആളും JRF അടിച്ചപ്പോ എനിക്ക് പിന്നെ നെറ്റ് വേണ്ട, എനിക്ക് JRF മതി എന്നുള്ള ഒരു വൈബ്. അതെ, അടുത്തയില് പിറ്റത്തെ എക്സാമിൽ ഇതേപോലെ തന്നെ ഇവക്ക് പിന്നെ PhD കിട്ടി. അന്ന് എനിക്ക് നെറ്റ് കിട്ടി. ആ സംഭവമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ ഇതല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടോ. നമ്മളന്ന് ഇങ്ങോട്ട് തിളങ്ങണ ടൈമാണ്. മെയിൽ ഷോവിനിസം എന്നൊക്കെ പറയില്ല, നമ്മളെ പവർ കാണിക്കാൻ. അതായത് ഈ മാത്സ് ഞാൻ വല്ലാതെ ക്ലാസ് ഇവള് പറഞ്ഞ് ഞാൻ നല്ലോണം പഠിപ്പിച്ചു, ഞാൻ വല്ലാതെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞങ്ങൾ അറബിക്കിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. നമ്മൾ പോയിന്റിലേക്ക് വരാം.
അപ്പൊ അങ്ങനെ അറബിക്കിന്റെ തൽപരകക്ഷികളായ ആളുകളുടെ ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടായി, ഹൈഫറിന്റെ തന്നെയുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടായി. ഓർക്ക് തന്നെ ഞങ്ങളൊരു പേപ്പർ ബോണ്ടിന്റെ ഗ്രൂപ്പ് ഉണ്ടായി. പേപ്പർ ബോണ്ട് എല്ലാവരും വേണ്ട, നമ്മൾ ഈ ബോണ്ട് തന്നെ പോയിക്കോട്ടെ എന്നുള്ളത്. അപ്പം അറബിക്ക് നമ്മളെ ഹുദവി, നമ്മളൊരു സുഹൃത്ത്, വാഫികളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്, വായിക്കാൻ ഇഷ്ടംപോലെ ആളുകളുടെ ലീഡ് ചെയ്യാനൊക്കെ. ജനറൽ പേപ്പറിൽ പിന്നെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ മൂക്കില്ല രാജ്യത്തെ മുറി കൂക്കെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ നല്ല കൈ വന്നിച്ചു വേണമെന്നുണ്ടെങ്കിൽ നോക്കാന്നുള്ളത്. അത് പിന്നെ എന്റെ തലയിൽ തന്നെ വന്നെന്നുള്ള. അപ്പൊ ഞാൻ എന്താ ചെയ്യല്, നിങ്ങളെ ക്ലാസ് ആദ്യം കേൾക്കും, ഫുൾ ഏരിയ തറവാക്കിയിട്ട് എന്റെ ഒരു സ്ട്രാറ്റജി പറയാം. ഓലക്ക് പറഞ്ഞു കൊടുക്കാൻ പോണ ഉദാഹരണം വരെ 3 ഞാൻ പറഞ്ഞ ട്രയൽ നോക്കിയിട്ട് ഞാൻ അവിടെ പോയി. അതൊരു അഭിമാന പ്രശ്നമാണ്. പക്ഷെ ആ ഒരു സംഗതിയിൽ ഒരു കഴമ്പില്ലാന്ന് തെളിയിച്ച ആളാണ് സാർ. നിങ്ങള് ലൈവിൽ ഇരുന്ന് ക്ലാസ് ചെയ്തോ കിട്ടി. പണ്ട് നമ്മള് ഉദാഹരണം പറയുന്നുണ്ട്, കിട്ടിയോ അവിടെ എത്തിയാ പറ്റി. അപ്പം ആൻസർ ഇത് ഏത് 40 ഓപ്ഷൻ സി ആൻസറിന്. ഓപ്ഷൻ സി 40 ഇല്ലല്ലോ, എവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടല്ലോ. അങ്ങനെ എവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ് സംഭവിച്ചത്? നല്ല പുലികളായ ആളുകൾക്ക് ഇത് തിരിഞ്ഞിട്ടുണ്ടാവും. ആവറേജ് ലെവലിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണ് വരുന്നത്. നിങ്ങൾ കൊണ്ടുപോകണല്ലോ കൈ പിടിച്ചുകൊണ്ട്. അപ്പൊ ഇത് ഒരു കൊണ്ടു ഇടുന്ന ഞമ്മക്കറിയില്ല. ലാസ്റ്റത്തെ പിന്നെ ഞാൻ തിരുത്തുന്നുണ്ട്, അവിടെ കണ്ടിന്യൂ ചെയ്യും, സ്റ്റോറി കണ്ടിന്യൂ ചെയ്യും. അതിലും തിരുത്തുണ്ട്, പിന്നെ അടുത്ത സെഷനുകളിലേക്ക് തിരുത്തുണ്ട്. എനിക്ക് സത്യം പറയാൻ ഇന്ന് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് അതാ, നിങ്ങൾ നമ്മളെ കൂടെ പച്ച മനുഷ്യനായിട്ട് നിന്നുള്ള അത് വേറെ പോയിന്റ് തന്നെയാണ്. ലാസ്റ്റ് ടൈമുള്ള ഉദാഹരണം, അന്ന് ഇവളില്ല, ഇവൾക്ക് വേറെ ഇവള് വലിയ പുള്ളിയായിരുന്നു, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ടൈമാണ്. ആ ടൈമില് നിങ്ങൾ മറ്റേ ഡയറക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ കുറവുണ്ടോ, ഡയറക്ഷന്റെ ഇങ്ങനെ പറയാം. അപ്പം ഒരു ഈ മറ്റേ ഇതൊക്കെ വരച്ച് നോർത്തും സൗത്ത് ഈസ്റ്റ് ഇവിടുന്ന് യാത്ര തുടങ്ങി വട്ടത്തിൽ ഇങ്ങനെ വന്ന് അവിടെ തിരിച്ചു പോകാൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഓപ്ഷനിൽ ഈ സംഗതി ഇല്ല, പറഞ്ഞ സംഗതി ഓപ്ഷനിൽ കാണാനില്ല. അപ്പൊ എന്തോ നോക്കിയിട്ട് അട്ടിട്ടിരിക്കുന്ന അവസ്ഥ. ഞാൻ പറയപ്പെടുന്ന നിസാർ ഞങ്ങൾ എവിടെങ്കിലും ഒന്ന് കൊണ്ടുപോയി ആദ്യമായിട്ട് പോയിക്കല്ലേ. ഇത്ര എൻജോയ് ചെയ്തിട്ട് സത്യം പറയാം നിങ്ങളെ ക്ലാസ് നല്ലോണം എൻജോയ് ചെയ്തിട്ട് നമ്മൾ കേൾക്കാറുള്ളതെന്നുണ്ടാണ്. ഇത് ഞങ്ങൾ ഇതേപോലെ അറബിക്കിന്റെ ടീമിൽ പോയിട്ട് ഈ സംഗതി പറയും, നിങ്ങൾ ഈ ലൈവ് കണ്ടീനങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ കുറേ ആൾക്കാർ ചിരിക്കാനും കളിക്കാനായിട്ടുള്ള അതുകൊണ്ടാണ്. സത്യത്തിൽ പഠിക്കുകയാണ് നമ്മൾ. അപ്പൊ ഈ സംഗതി ഒരു കാലത്ത് ഞാനൊന്ന് അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റിനെ ഡയറക്ഷനൊക്കെ ഇതൊക്കെ എത്ര സിമ്പിളാന്നുള്ള നമുക്ക് ബോധ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. പിന്നെ ചുരുക്കി പറഞ്ഞാല് പിന്നെ ഇപ്പൊ നിങ്ങളെ കണ്ടന്റ് വൈസ് പറയണം, നമ്മളെ അതിലേക്ക് വരാം. ഞാനിപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള ആസ്പെക്റ്റില് ഇപ്പം എനിക്കിപ്പം സംസാരത്തിൽ നിന്ന് മനസ്സിലായ ഒരു മെയിൻ ഡിഫറൻസ് എവിടെയെന്ന് ചോദിച്ചാൽ, അപ്പം ഷെവിൽ തന്നെ പറയേണ്ട ഒരു സാധനം, നോർമലി നമ്മുടെ നാട്ടിൽ നടക്കുന്ന സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ ഒരു സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടായിരിക്കാം പൊതുവെ ഇപ്പം മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു പരിധിവരെ ആദ്യമൊക്കെ ഒരു മെയിൽ കൗണ്ടർ പാർട്ടിനായിരിക്കും ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. അതേസമയം നന്നായിട്ട് പഠിപ്പിച്ച് മിക്കവാറും ഫീമെയിൽ കൗണ്ടർ പാർട്ടും ആയിരിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ സാധാരണ സംഭവിക്കുന്ന ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ബേസിക്കലി കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ള മോശമില്ലാത്ത ജോലിയൊക്കെയുള്ള മെയിൽ കൗണ്ടർ പാർട്ട് ഉണ്ടാവും, കല്യാണങ്ങളൊക്കെ നടക്കും. ഈ നന്നായിട്ട് പഠിക്കുന്ന വൈഫ് ഉണ്ടാവും, വൈഫ് വീട്ടിലെത്തുന്നതോടുകൂടി വൈഫിന്റെ പഠിപ്പങ്ങ് തീരുകയും ചെയ്യും. അപൂർവം കേസുകളിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതായിരിക്കും ഒരു നോർമൽ സംഭവിക്കുന്ന കേസാണ്. അപ്പൊ സാധാരണ എല്ലായിടത്തും നടക്കുന്ന ഒരു സൈക്കിൾ അതാ, നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടി കുറച്ചൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ജോലിയിലെ ഒരു ആൺകുട്ടി, അവർ രണ്ടാളും ഒരു ഫാമിലിയുടെ ഭാഗമാവുന്നു, ഫാമിലി സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് മോസ്റ്റ് ഓഫ് ദ കേസസ് പെൺകുട്ടിയുടെ പഠനം നിർത്തുന്നു, ദ മൂവ് ഓൺ. പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതിന്റെ നേരെ റിവേഴ്സാണ്. നേരെ റിവേഴ്സ് എന്നാൽ നന്നായി പഠിക്കുന്ന ഒരാള് അതുപോലെ തന്നെ കുറച്ചൊക്കെ ആവറേജ് പഠിച്ചിരുന്ന ഒരാള്, ഇവർ രണ്ടാളും ഒരു ടീമിന്റെ പാട്ടാവുന്നു, ഒരു ഫാമിലിയുടെ പാട്ടാവുന്നു. ഈ ഫാമിലിയുടെ പാട്ടിൽ പഠിക്കുന്ന കുട്ടി പഠനം നിർത്തുക എന്നുള്ളതിനേക്കാളേറെ ഇവിടെ റിവേഴ്സ് ആംഗിൾ നടന്നിട്ടുള്ളത് കുറച്ചൊക്കെ പഠിച്ചിരുന്ന ആൾ അവരുടെ പഠനം കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. അതാണ് മറ്റൊരു ഫാമിലികളിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ സൊസൈറ്റിയിൽ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അത് മെയിൽ ഫീമെയിൽ എന്നില്ല കേട്ടോ, കൗണ്ടർ പാർട്ട് ഒന്നും അതിലില്ല. അത് ചിലപ്പം നമ്മളൊരു ടീം ആകുമ്പോൾ ഒരു പാർട്ട്നേഴ്സ് ആകുമ്പോൾ ചിലപ്പം നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്ട്രക്ചറുള്ള ഫീമെയിൽ ആയിരിക്കാം, അപ്പൊ മെയിലും കൂടി അതിലേക്ക് വരുന്നു. ചിലപ്പോൾ നന്നായി പഠിക്കുന്ന പാർട്ടുള്ള ഹസ്ബൻഡ് ആയിരിക്കാം, അപ്പൊ വൈഫും കൂടി അതിലേക്ക് വരിക എന്നുള്ള ഒരു ആസ്പെക്റ്റാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ നോർമൽ ആസ്പെക്റ്റിൽ നിന്ന് ഈ ഒരു സൈക്കിള് എങ്ങനെയാണ് ആദ്യം എങ്ങനെ അത് അറിയാതെ സംഭവിച്ചു പോയതാണോ, അതോ ഉനൈസയുടെ ഡെലിബറേറ്റ് എഫേർട്ട് ആണോ, അല്ലെങ്കിൽ ഇവിടെയുള്ള വേറെ തർക്കങ്ങളാണോ, അല്ലെങ്കിൽ തല്ലുകളാണോ, എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പെർട്ടിക്കുലർലി അതിന് ആൻസർ ചെയ്യേണ്ടത് ഇവളാണ്. പക്ഷെ അതിൽ ഏറ്റവും കീ ആയിട്ടുള്ള സാധനം ആൻസർ ചെയ്യേണ്ടത്, നിങ്ങൾ ആൻസർ ചെയ്യേണ്ട സാധനം എന്താ വെച്ചാൽ, പലയിടത്തും ഇത് വർക്കൗട്ട് ചെയ്യാത്ത എന്താ വെച്ചാല് നമ്മളെ ഈഗോ സമ്മതിക്കൂല. നമ്മളെ പുരുഷന്മാരുടെ ഈഗോ സമ്മതിക്കൂല. പക്ഷെ ഇവിടെ നിങ്ങളെ ഈഗോ സമ്മതിച്ചിട്ടുണ്ട്. ഈ സമ്മതിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. ഈഗോ എന്താ പറയുക, ഈഗോ സമ്മതിക്കാത്തല്ല, ഈഗോ സമ്മതിക്കാത്ത വിഷയം അവിടെ ഉണ്ട്. പക്ഷെ ഈഗോ നമ്മൾ ഡൈവേർട്ട് ചെയ്തെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പോ അങ്ങനെ ഓളങ്ങനെ ഉഷാറാകുക എന്നുള്ളല്ലോ, ഓള് ഉഷാറാവണതിന്റെ അപ്പുറം ഒരു പടി കയറണം എന്നുള്ള ഒരു ഈഗോ മെന്റാലിറ്റി എടുത്തുന്നുള്ള യാഥാർത്ഥ്യം അതാണ്. നമ്മളെ
അടുത്തൊരു പോയിന്റിലേക്ക് വരുമ്പോൾ കുറേ പറയേണ്ട വിഷയത്തെ കുറിച്ചുണ്ടാക്കും. അല്ല ഇത് നിങ്ങൾ പറഞ്ഞ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, നമ്മളൊരു ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നിലവിലുള്ള ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ആയി വന്നെന്നുള്ള അതിന് ശരിക്കും ഇവളാണ് മറുപടി പറയുന്നത്. ഇജ് ഇവിടെ വന്നിട്ട് ഇജ് എന്തുകൊണ്ടാണ് പഠിച്ചതെന്നാണ് ഇപ്പോൾ ചോദിച്ചതിൻ്റെ ശരിക്കും. സാധാരണഗതിയിൽ ഇപ്പൊ പഠനം കല്യാണം കഴിക്കലോട് കൂടി പഠനം മുടങ്ങലുണ്ട്. പറഞ്ഞോ ഓർക്കട്ടാ, ഞാൻ മാത്രല്ല ഉമ്മണ്ട്. നാളെ ഒരു കലാപം ഉണ്ടാവരുതാണ്. അല്ല ഇതില് ബേസിക്കലി ഞാൻ പറഞ്ഞല്ലേ, ചിലപ്പോ ഇത് ആക്സിഡന്റലി സംഭവിച്ചാവാം, ചിലപ്പോ ഇത് ഡെലിബറേറ്റ്ലി സംഭവിച്ചാവാം. ഇതിന്റെ ഒരു സംഭവം എന്താ വെച്ചാല്, കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെയുള്ള പറയാം. കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാനിപ്പോ പിന്നെ അങ്ങനെ ബോസ്റ്റ് ചെയ്ത് പറഞ്ഞില്ല, അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഗുരുക്കന്മാരായിട്ടുള്ള ഉസ്താദ്മാരായിട്ടൊക്കെയുള്ള ഒരു ആത്മബന്ധം ഉണ്ടായി എന്നുള്ളതാണ് അതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കോളേജിൽ ത്രൂ ഔട്ട് റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ഞാൻ ഉള്ളൊരു കാര്യമാണ്. ഞാനിപ്പോ എന്താ ഇപ്പൊ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറയട്ടോ. ഇതെന്തിനാ പറയാന്ന് ചോദിച്ചാൽ, നിങ്ങൾ പോസ്റ്റ് ഞങ്ങളാക്കുക എന്നുള്ളതല്ല. അപ്പൊ നമ്മളോട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്നോടൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, നമ്മളെ ഇഫർ ഒന്നുകൂടി പഠിപ്പിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ഫാമിലി ആയിട്ടും പലപ്പോഴും ബന്ധം ഉണ്ടാവാറുണ്ട്. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ കാണാൻ പോകുമ്പോൾ പോലും. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഈ റിസൾട്ടൊക്കെ വന്നിട്ട് മാഷ എന്നോട് പല ഹസ്ബൻഡ്സൊക്കെ മെസ്സേജ് അയക്കും, മാഷ എൻ്റെ ഭാര്യയ്ക്ക് നല്ല സങ്കടമാണ്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ജയിക്കണം. ഞാൻ എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഓക്കെ, അല്ലെങ്കിൽ ഇത് തിരിച്ച് ഭാര്യമാരെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങൾ പറയാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളൊരു സംഭവം കാണിക്കാനല്ല, ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന ഒരു സെറ്റ് ഓഫ് ഹസ്ബൻഡ്മാരും വൈഫും ഉണ്ടാവും. അവർക്ക് എങ്ങനെ പാർട്ട് ഓഫ് എ ഫാമിലി ഒരു സപ്പോർട്ടീവ് ആവാ എന്നുള്ളതിന് ഇതൊരു ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ട് പലതും പറയേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും പലയിടത്തും പറയുന്ന ഒരു ആസ്പെക്റ്റുകളിൽ പല കുട്ടികളും ഫാമിലിയിൽ നിന്ന് നല്ല ബുദ്ധിമുട്ടുകൾ നേരിടും. ഐ മീൻ ഒരു സപ്പോർട്ടീവ് അല്ലാത്ത, അത് സ്നേഹം കൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ വിജയിച്ച ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളോടും അല്ലെങ്കിൽ മെജോറിറ്റി കുട്ടികളോട് സംസാരിക്കുന്ന കേസുകളിലും നമ്മൾ പലപ്പോഴും സംസാരിക്കുക, നമ്മൾ പലപ്പോഴും കരുതുക ചിലപ്പം ഇവർ ഒരുപാട് ഫാമിലിയിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഓവർകം ചെയ്താണ് എന്നൊക്കെ ആയിരിക്കും കൂടുതൽ കരുതുക. പക്ഷെ നോർമലി മോസ്റ്റ് ഓഫ് ദ കേസസ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഈ സപ്പോർട്ടീവ് സിസ്റ്റമാണ്. അപ്പോൾ അതിൽ സപ്പോർട്ടീവ് സിസ്റ്റം കൊണ്ട് മാത്രമേ മനുഷ്യന്മാർക്ക് ജയിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പരിധി വരെ. അത് എല്ലായ്പ്പോഴും ഫാമിലി ആവണമെന്നൊന്നുമില്ല, ഏതെങ്കിലും രീതിയിൽ. അപ്പോൾ എത്രത്തോളമാണ് ഇപ്പോൾ ഉനൈസയെ സംബന്ധിച്ച് ഈ സപ്പോർട്ടീവ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആയത്? അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ സൈക്കിൾ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈ സപ്പോർട്ടിങ് സിസ്റ്റത്തിന്റെ മാറ്റത്തിലൂടെ മാത്രമേ നമുക്ക് സൈക്കിൾ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് എഫക്റ്റീവ്? ഇവിടെ ഫാമിലി ആയാലും അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. അല്ലാതെ നമുക്കൊന്നിനും സാധിക്കില്ലല്ലോ. എല്ലാ റെസ്പോൺസിബിലിറ്റിൻ്റെ ഇടയിലും എല്ലാ തലത്തിലും ഫാമിലി അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പഠിക്കുന്ന സമയത്തുള്ള അതുവരെയുള്ള ജേണിയില്ല. ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫാമിലി, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങിയെടുക്കണം. അത് പറ്റും, ഒരു തവണ മിസ്സായാലും അത് പറ്റും, അത് അടുത്ത തവണ കിട്ടും എന്ന് പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ ഫാമിലിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി ഉണ്ടായിരുന്നു. കുറേയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സാം ടൈമിൽ പോലും ഇവിടേക്ക് ആരും വരുപോലില്ല. കാരണം പഠിക്കുന്ന സമയമാണല്ലോ. ഉമ്മ ആയാലും ഉപ്പ ആയാലും എല്ലാവരും അങ്ങനെ തന്നെ, ആരും ഇങ്ങോട്ട് വരില്ല. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പരിധി വരെ എൻ്റെ അടുത്ത് ഉണ്ട് എന്നാണ് ഇവിടെ അടുത്ത് പറയല്ലേ. നിങ്ങളിങ്ങനെ പറയണ്ട, നിങ്ങൾക്ക് അതിപ്പോൾ കുറച്ച് സീതാസാധ നേരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ളതാണ്. പക്ഷെ എന്ത് സംഗതികളുണ്ടെങ്കിലും പഠിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയക്ക് വാക്ക്. അപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് പറയില്ല കേട്ടോ, ഞാൻ പറയണ വിചാരിച്ചൊരു പോയിന്റ് തന്നെയാണ്. അതായത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏരിയക്ക് വാക്കില്ല. ഇപ്പം നമുക്ക് കല്യാണത്തിന് പോകണ്ടാവും, ആ അസൈൻ ചെയ്ത കുറേ സംഗതികളുണ്ടാവും. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല, പോയിക്കോ. അപ്പോൾ നമ്മൾ പോകണം, അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം ഉള്ളത്. പക്ഷേ പഠിക്കാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇനിയിപ്പോൾ പോകാൻ മടി ഉണ്ടെങ്കിൽ പഠിക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഭാവനെ കൗണ്ടർ ചെയ്യില്ല. പഠിക്കാണ്ട് ആയിക്കോട്ടെ. അപ്പോൾ ഒരു പരിധി വരെ ഒരു തുറപ്പുചൂട്ടും കൂടി എനിക്ക് പഠിക്കാണ്ട് എന്നുള്ളത് വേറെ വിഷയട്ടോ. അത്രയും പഠനത്തിന് ഇമ്പോർട്ടൻസ് ഇവർ തന്നിട്ടുണ്ട്. നാടന്മാരാണ് ഇവരെ. ഉമ്മാണ്ട് പറയാതെ കാണല്ലോ. ഉമ്മക്ക് കൊറോണ സമയത്തൊക്കെ ഈ പേപ്പർ ഞാൻ പറഞ്ഞു ബിസിനസ് പരിപാടി നിങ്ങൾക്കറിയാം. സ്വന്തമായിട്ട് ബിസിനസ്സുള്ള ആളുകളാണ് കൊറോണ സമയത്ത് ഇരുന്നു പോയത്. സാലറി ബേസിലുള്ള എംപ്ലോയീസിന് സാലറി കുറച്ച് കട്ട് ചെയ്തിട്ടെങ്കിലും സംഗതി കിട്ടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം 0 ആണ്. ആ സമയത്താണ് നമ്മൾ കുടിയിരിക്കലൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഉമ്മ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ, ഉമ്മാൻ്റെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ ജോലിക്കാർ ആവശ്യമുണ്ട് പറഞ്ഞ ഒരു പേജ് ഉണ്ടല്ലോ, കോളം, അതിലുള്ള ഇങ്ങനെ ഫസ്റ്റ് പത്രം വരുമ്പോൾ നോക്കും. എന്നിട്ട് അതിലിങ്ങനെ എന്തെങ്കിലും തോന്നിയാണ് എടുത്താണ്ട് വേങ്ങട്ട് കയറിയില്ല. ഇങ്ങനെ സംഭവം കണ്ട് ചെവിലത് നോക്കാറുണ്ട്. അതായത് നമ്മളെ ഇങ്ങനെ എന്തെങ്കിലും രീതി ഓലെ കൊണ്ട് അതല്ലേ പറ്റുള്ളൂ. അങ്ങനെ
നമുക്ക് ഒരു പക്ഷേ എത്ര ഫിറ്റ് ആയിക്കൊള്ളൊന്നുമില്ല, പക്ഷെ എങ്ങനെയെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ നിന്നാണ്. ഇപ്പൊ ഈവൻ കല്യാണം കഴിക്കണ സമയത്ത് പോലും ഞങ്ങൾ ആദ്യം ആ ഒരു പിക്ചർ ഇട്ട് കൊടുത്തിരുന്നു. ഇവൽക്കാരെ പകക്കാരെ നമ്മൾ കോളേജിൽ തന്നെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഈ റാങ്ക് ഹോൾഡറായി ഇങ്ങനെ വന്നുകൊണ്ട് ഉസ്താദന്മാരായിട്ടും അധ്യാപകരായിട്ടും നാട്ടുകാരായിട്ടും ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഓരോരുത്തൊക്കെ നമുക്ക് നല്ലൊരു ഇമേജ് ഉണ്ടായിട്ടുണ്ടെന്ന ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട്. ആളിടയിൽ ഇപ്പം നാളെ വർത്താനം പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല, ഇന്ന് പറയുന്ന ആൾക്കാരിപ്പോൾ നാളെ വിട്ടുപോകും. പക്ഷെ ഇവരെ മനസ്സിൽ നമ്മൾ കയറിയിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടല്ലോ നമുക്ക് കിട്ടണേ, അത് കലാകാലം ഉണ്ടാവുന്നില്ല. ഇപ്പൊ കിട്ടുന്ന ഈ നേട്ടങ്ങളുണ്ടല്ലോ, അത് ആ സ്ഥാനങ്ങളെ ഒന്നും കൂടി മാറ്റി കൂട്ടുന്ന രീതിയിൽ ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുവന്നുള്ള ഫീലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം കല്യാണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പഠിക്കണം. ഞാൻ അന്ന് PG ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോളേജിൽ നിന്ന് ഇറങ്ങിയാണെങ്കിലും ജോലി ഉണ്ട്, PG ഞാൻ ചെയ്യാണ്. പഠിക്കണ കുട്ടി തന്നെ ആയിക്കോട്ടെ, താല്പര്യം ഉണ്ടാവർക്ക് താല്പര്യം ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇവളെടുത്ത് സംഭവത്തിന്. സത്യത്തിൽ ഞാനാണല്ലോ ആദ്യം കാണാൻ ചെല്ലണമെന്നൊക്കെ അവള് പറയുന്നത്, അതിൽ തന്നെ തീരുമാനമായിരുന്നു. ഇവള് ഫറൂഖ് കോളേജിൽ പഠിക്കാണ്. സത്യം പറയുകയാണെങ്കിൽ ഇവള് ഫറൂഖ് കോളേജ് ഒരു പക്ഷെ അങ്ങനെ ആലോചിക്കുന്നില്ല, പഠിച്ചോൻ്റെ ഒരു കഥ അങ്ങനെ ആയിരിക്കും. ഇന്ന ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ പഠിച്ചോനെ തർത്തീപ്പാക്കി വെക്കാൻ നമുക്ക് അള്ളാഹുത്താല അതേ കഥ ആക്കിയിട്ടുണ്ടെന്നാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുന്ന സംഭവമാണ്, ഈ ഫറൂഖിയൻ വൈബ് ഒരു പക്ഷെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കുക പോലും ഉണ്ടാവില്ല. അത് കോളേജുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇവരൊരു വൈബ് ഉണ്ടല്ലോ ഇവർ ക്രിയേറ്റ് ചെയ്യണേ. ഈ പഠനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, തുടർ പഠനങ്ങളെ കുറിച്ചുള്ള ഇവരെ സാറുമാരെ കുറിച്ച് പറയാറുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എന്നിട്ട് ഇടയ്ക്കൊക്കെ ഫോൺ എടുക്കാനും വിളിക്കാനും മടിയാണ്. ഞാൻ പറയുമ്പോഴൊന്നും അവർക്ക് വീട്ടിൽ പോകില്ല, ചോദിക്കും ചിലപ്പോൾ എന്തായി. ബാക്കിയുള്ളവരൊക്കെ PG എടുത്ത് നെറ്റ് എടുത്ത് ഇവളോട് ചോദിക്കുന്നുള്ള മടി കൊണ്ട് ഇവിടെ ഇറങ്ങൂല. പക്ഷെ അതിനൊക്കെയുള്ള അതൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു മുതൽക്കൂട്ടായി എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഈ ചുറ്റുപാടുകൾ മൊത്തം ഇത് നമുക്ക് നേടിത്തരാൻ വേണ്ടിയിട്ട് കൂടെ നിന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഷെവീലിനും ഉനൈസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇപ്പം ഒരു സപ്പോർട്ട് ഞാൻ പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ ഈ സപ്പോർട്ടിങ് സിസ്റ്റത്തിൻ്റെ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഡെഫിനറ്റ്ലി ഒരു ഹസ്ബൻഡ് വൈഫിനെ സപ്പോർട്ട് ചെയ്യും, വൈഫ് ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ വൈഫിന് ഫീമെയിൽ കൗണ്ടർ പാർട്ടിന് കിട്ടുന്ന സപ്പോർട്ടുകൾ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന ഒരു വിഷയം നമുക്കുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ ഉനൈസ് പറഞ്ഞു എനിക്ക് ഭയങ്കര ഫേമസ്. അതേസമയം ഉനൈസയിൽ നിന്ന് ഷെവീലിന് സപ്പോർട്ട് കിട്ടുന്നത് ഷെവീൽ പറയ പോലുമില്ല. നമ്മുടെ നാട്ടിൽ സംഭവം ഡെഫിനറ്റ്ലി അത് ഉനൈസ പറഞ്ഞ സംഭവങ്ങളൊക്കെ കറക്റ്റാണ്. ഈഗോന്റെ പ്രശ്നം അങ്ങനെ ആയിരിക്കാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അത് സത്യമാണ് താനും. പക്ഷെ ഇതൊക്കെ നോർമലി ഒരു സിസ്റ്റത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ ഷെവീലിനോട് എന്താ ഞാൻ ചോദിക്കുകയാണ്, ഷെവീലിന്റെ ഈഗോ വെച്ചിട്ട് തന്നെ ഉനൈസ് എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു, എങ്ങനെയായിരുന്നു? ഓക്കെ, ബീങ് സ്പെസിഫിക്. അല്ലാതെ ഷെവീൽ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പഠനമായതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഞാൻ അവളെ പഠനം തുടങ്ങിയ സമയത്ത് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുക, അവളിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ ഒരു ഇന്റൻഷ്യലി നമ്മൾ അങ്ങനെ ചെയ്തതായിട്ടില്ല. പക്ഷെ അറ്റ്മോസ്ഫിയർ തന്നെ അങ്ങനെ ഇരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ഒരേ ലക്ഷ്യത്തിലേക്കാണല്ലോ, JRF എന്ന ലക്ഷ്യത്തിലേക്കാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് സംഭവിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പം ഇതിന് വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് അതിലേക്ക് എനിക്ക് അങ്ങനത്തെ ഓരോ അനുഭവങ്ങളോ ഓർമ്മകളാണ് ഒരുമിച്ച് പഠിക്കുമ്പോൾ വന്നിട്ടുള്ളത്. പറയുമ്പോൾ നമ്മളൊക്കെ പറയണം, നല്ല ഓർമ്മകളാണ്. കോളേജിൽ പഠിക്കുന്ന റാങ്ക് ഹോൾഡറാണ്. സ്വാഭാവികമായിട്ടും സ്കൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു കോളേജിൽ. അന്ന് നമ്മൾ ഈ അറബിക് ആ ഒരു സിസ്റ്റം തന്നെ ഉള്ളൂ. പൊതുവിദ്യാഭ്യാസം ഉണ്ട്, പക്ഷേ ഈ പുറത്തേക്കുള്ള SLC +2 ആ ഒരു സ്ട്രീമിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അത് കടന്നൊരു ടൈം ഉണ്ട് അവിടെ. അപ്പോൾ അതിനൊരു ഭയങ്കര താല്പര്യമുള്ള കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അതുവരെ ഞാൻ റാങ്ക് ഹോൾഡറാണ്. ആ ഒരു മൊമെന്റിൽ വെച്ചൊരു സെക്കൻഡ് തേർഡിലേക്ക് ഞാൻ പോയി. കാരണം ഇവർ അടിച്ചു കയറാണ് ഇങ്ങനത്തെ സ്കൂൾ വിഷയങ്ങളിൽ. കോമ്പറ്റീഷൻ മുറുകി. അത് പലപ്പോഴായിട്ട് ഞങ്ങളൊക്കെ ഈ എക്സാമിൻ്റെ സമയത്ത് ഒരു 1 മണിക്ക് 1:30 എക്സാം വന്നിട്ടുണ്ടെങ്കിൽ 12:30 നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പോകും. ഭക്ഷണം ചിലപ്പോൾ കഴിക്കൂല, ചിലപ്പോൾ കഴിക്കും. ഞാൻ നോക്കണം എന്താണ്, ഞാൻ കോമ്പീറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, അടുത്ത റാങ്ക് ഹോൾഡറായിട്ട് വരുന്ന ഒരാൾ, ഓൻ കഴിക്കുന്നുണ്ടോ നോക്കും. ഓൻ കഴിക്കുന്നുണ്ട്, എനിക്കൊന്ന് ഫുഡ് വേണ്ട. ബാക്കിയുള്ളവർ എന്ത് ബിരിയാണി ആയാലും കുഴപ്പമില്ല, ബാക്കിയുള്ളവർ കഴിക്കുന്നുണ്ടോ ഇല്ലൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഈവൻ ഓൻ കഴിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിരിക്കും. എന്നിട്ട് നോക്കുവാൻ എത്ര ചോറാണ് ഇട്ടത് നോക്കും. ഇതൊക്കെ സംഭവിച്ചതാ. ആ കണക്കിൽ ചോറിടും. ഓൻ ഏത് സ്പീഡിലാണ് കഴിക്കണം ആ സ്പീഡിൽ നമ്മൾ കഴിക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാത്രം കഴുകാനെത്തും. അതാ രസം. ഒരുമിച്ച് കഴിഞ്ഞ് വരും. ഓൻ ഇനി ഇതേപോലെ ശ്രദ്ധിക്കണ്ടാവും, അതാ മനസ്സിലാക്കണം. ഒരുമിച്ച് പാത്രം കഴിക്കാൻ അന്നൊരു പരിപാടി ഉണ്ട്. പാത്രം കഴുകി കഴിഞ്ഞാൽ നമ്മൾ ഒരു തട്ടിൽ കൊണ്ടുപോയേക്കാം. ഓരോരുത്തർക്കും ഓരോ തട്ടുണ്ടാവും, അത് ഗ്രൂപ്പാക്കി തിരിക്കണം. അപ്പോൾ അവിടെ കുറച്ച് തിരക്കാം. അപ്പം ഞങ്ങൾ രണ്ടാളുടെ ഒരു ഫേസ് ടു ഫേസ് അടാജ് ഒന്ന് കൊണ്ടുപോയി ചോദിച്ചിട്ട് ഞാൻ ഓനോടും ചോദിക്കും, ഓൻ എന്നോടും ചോദിക്കും. അതായത് ആ ടൈമിൽ ഇന്നവിടെ എൻഗേജ് ആക്കിയിട്ട് നമുക്ക് പോയി പഠിക്കാൻ. ഞാൻ അതേപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. ചെറിയ മൈൻഡിലുള്ള ചെറുപ്പത്തിലുള്ള സംഗതിയാണ് പറയുന്നത്. ആ ഒരു കോമ്പീറ്റൻസ് സത്യം പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ പഠിക്കണ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവര് തകൃതിയിൽ പഠിക്കണ സമയത്ത് ഇൻ്റെ ഒന്നും നടക്കൂല എന്നുമ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോകും. ഇല്ല, നമ്മളൊന്നും നടക്കില്ല, ഞാൻ വണ്ടി എടുത്തു.
ഇവർക്ക് പിന്നെ കൂളായിട്ട് പഠിക്കണം. ഞാൻ കുറച്ച് ഒച്ചപ്പാടാണ് പറഞ്ഞത്, എനിക്ക് കുറച്ച് വർത്താനം പറഞ്ഞൊക്കെ ആ രീതിയിൽ പഠിക്കണം. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വണ്ടി എടുത്തോ വണ്ടിയുടെ സൈഡാക്കിയിട്ടിട്ട് അതിലിരുന്ന് അങ്ങനെ കേൾക്കും. അതൊക്കെ പിന്നെ വേറൊരു സ്ട്രാറ്റജി ടാർജറ്റ് വെച്ച് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങും. യാത്രകളിൽ പഠിക്കാറുള്ള സംഭവം വല്ലാത്തൊരു സംഭവമാണത്. പേപ്പർ വണ്ട് രസം തന്നെ പറയും. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അറബിക്കിന്റെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പം സ്വാഭാവികമായിട്ടും ലീഡിങ് നമ്മളെ കയ്യിൽ വന്നു. അപ്പൊ ഞാനിങ്ങനെ മാത്സ് കാര്യങ്ങളൊക്കെ പറയും. ഇവള് കൊടുന്ന് തല്ല്, ഓ നിങ്ങൾക്ക് ഇപ്പൊ ടീമുണ്ട്, നിങ്ങൾ അവിടെ പറഞ്ഞു ഞാനൊരു കണക്ക് ചോദിച്ചിട്ട് എത്ര ദിവസമായി ഇതുവരെ കൊടുത്തില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ എന്താക്കി, ഇതിപ്പോ രണ്ട് രീതി അവിടെ പറഞ്ഞതിനെ എവിടെയും പറയാം. നിങ്ങളെ റിപ്പീറ്റേഷൻ നിങ്ങളൊരു സംഭവമാണ്, പക്ഷെ എനിക്ക് റിപ്പീറ്റേഷൻ മഹാ ബോറിങ് എന്നൊക്കെ പറയാം. അപ്പൊ എന്താ സംഭവിച്ചാൽ ഞാൻ വിളിയും കൂടി ആരും അറിയാതെ ഗ്രൂപ്പിൽ അങ്ങോട്ട് ആഡ് ചെയ്തു. അറബിക്കിലില്ല, ആരും അറിയാതെ എൻ്റെ അഡ്മിനായിട്ട് ഒരു ഇതാക്കിയിട്ട് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അപ്പൊ ആ ക്ലാസ് ഞാൻ ഇവിടുന്ന് മേലത്തെ റൂമിൽ നിന്ന് ക്ലാസ് കൊടുക്കും, ഇവിടെ താഴ്ത്തുന്നത് കേൾക്കും, ഒരേ ഗൂഗിൾ മീറ്റിൽ ഇരുന്നിട്ട്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു സംഗതി മാനേജ് ചെയ്ത് പോയി എന്നുള്ള. പിന്നെ കംപ്ലീറ്റ് അങ്ങനെ തന്നെയാണ് ആ ഗ്രൂപ്പിൽ സെറ്റ് കാറ്ററിസ്റ്റ് PYQ എല്ലാം അതിൽ ഫുള്ളായിട്ട് ഡിസ്കസ്. ഞാൻ നിങ്ങളോട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞപ്പം അനിസാർ ചോദിച്ചു നമ്മൾ ഐഫറിന്റെ ഗ്രൂപ്പാണോ എന്ന് ചോദിച്ചു എന്നോട്. ഐഫറിന്റെ ആ ഒരു ഗ്രൂപ്പല്ല, ഐഫറിന് സബായിട്ട് ഒരേ വൈബുള്ള കുറച്ച് ആളുകൾ മുമ്പ് നമ്മൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു, മനസ്സിലായി, ഇൻഡിവിജ്വൽ പേഴ്സണൽ ഗ്രൂപ്പുകൾ. അത് വമ്പ മുന്നേറ്റം. കാരണം നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഐഫറിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരും ഞാൻ മനസ്സിലാക്കണ ഫസ്റ്റ് വരുന്ന ആളുകള് ഇതെന്താ പരീക്ഷ എന്താന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള പർപ്പസ് ഓൽക്കുള്ളൂ. ഓൽക്ക് നേടുക എന്നുള്ള ഉദ്ദേശമേ ഉണ്ടാവില്ല. വേറെ കുറെ എണ്ണം ഉണ്ട് വെറുതെ വന്ന് എഴുതുക എന്നല്ല, അങ്ങനെ കുറെ എണ്ണം തന്നെ ഇതാക്കി പറയണതല്ല, പ്രത്യേകിച്ച് ഒരു ലാഗ് മൈൻഡോട് കൂടി വരും. ഓൽക്ക് നമ്മള് റിസൾട്ട് വരുന്ന സമയത്തും ഒരു അങ്ങനെ കാണൂല. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നമ്മളൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തൂല, എല്ലാവരും ഉള്ളതാണ്. അപ്പോൾ അതിന് നമ്മളിങ്ങനെ ഗൂഗിൾ മീറ്റൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് അറിയാലോ ഒരു മാസമൊക്കെ ഓടിക്കഴിഞ്ഞാൽ ആരൊക്കെ ഇതിലുണ്ട് എന്നുള്ളത്. ഓരോ വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തെന്നുള്ളതാണ് പിന്നെ സംഭവിച്ച സംഗതി. അവർക്ക് അറബി ഉണ്ടാക്കി, അവർക്ക് പിന്നെ പേപ്പർ വണ്ണും ഉണ്ടാക്കി, ഒരു കണക്ഷൻ ഗ്രൂപ്പും ഉണ്ടാക്കി. ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു, കണക്ഷൻ ഗ്രൂപ്പ് പറഞ്ഞാൽ ഞങ്ങളെ ഹൈലൈറ്റ് ആണ് ഇതിലൊക്കെ. കിട്ടാത്ത സംഗതി കണക്ഷനിൽ അങ്ങോട്ട് ഇടും. ഉദാഹരണത്തിൽ പന്ന ഡിസാസ്റ്റേഴ്സ് അല്ലേ, ചെർണോബൈൽ കുറേ പറഞ്ഞു. ഇപ്പോൾ ഒറ്റ നോട്ടം നോക്കി എനിക്ക് കിട്ടും കേട്ടോ, വേറെ വിഷയം. ആ ധൈര്യത്തിൽ പറഞ്ഞു. അതിൻ്റെ ഓർഡർ ഈ ഇയർ പഠിച്ചേക്കാരൻ ഒരു ഭ്രാന്താണ്. അപ്പം വിഷയം വന്ന ഇത് ഓർഡർ ശരിയാവില്ലല്ലോ, ക്വസ്റ്റ്യൻ ചോദിക്കണ്ടല്ലോ എന്ന്. ശരിയല്ലേ കണക്ട്, അപ്പോൾ നമ്മളതിൽ പറയില്ല അസ്ലമേ കണക്ട്. അപ്പോൾ ഞങ്ങൾ കണക്ഷനിലിടും. അപ്പോൾ തന്നെ ഓരോരുത്തർ ചെർണോബൈൽ, ചരണം, ബെയില് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു ബന്ധമില്ലാത്ത കണക്ഷൻ. വൺസ് കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരാളത് അങ്ങോട്ട് വായിക്കും, സെറ്റായി. അന്നേരം ആവശ്യമുള്ള ആളുകൾ റെക്കോർഡ് ചെയ്യും, ഗ്രൂപ്പിലിടും. അങ്ങനെ കണക്ഷൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഇടും. എന്നിട്ട് നമ്മൾ ടാഗ് ചെയ്തിടും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷാ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി സംഗതി. എൻ്റെ ഒക്കെ രസം എന്താ വെച്ചാൽ അറബിക്കിലാണ് കൂടുതൽ നടന്നിട്ടുള്ളത്. പിന്നീടുള്ള ഞങ്ങൾ ഫസ്റ്റാണ് ഏറ്റവും കൂടുതൽ കണക്ഷൻ നടന്നത്. രണ്ടാമത്തെ മൂന്നാമത്തെ ടേം ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ കണക്ഷൻ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ പറഞ്ഞാണ്ട് എന്നാ ഇട്, നമുക്ക് ഓർമ്മയില്ലല്ലോ അങ്ങനെ ഉണ്ട് പറഞ്ഞ ഉത്തരക്കാണ് പറയുമ്പോൾ ഈ പുതിയതായിട്ട് വന്ന വിട്ട് ഓരോ കണക്ഷൻ ഗ്രൂപ്പ്, ഇത് ഞാൻ തന്നെയാണല്ലോ, എന്റെ വോയിസ് തന്നെയാണ് ഇടുന്നത്. അന്ന് എനിക്ക് ചെറിയ ജലദോഷം എന്താ ചെറിയ സൗണ്ടിന്റെ മാറ്റമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അലിക്ക് പഠിച്ചോനെ ഇത് എനിക്ക് തന്നെ ഓർമ്മയില്ല, അതൊരു കണക്ഷന് തകൃതിയിൽ നടക്കുക. വൺസ് കേട്ട് കഴിഞ്ഞപ്പോൾ ക്ലിക്കായി, പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ സ്വീകരിച്ചിരുന്ന ഒരു സ്ട്രാറ്റജിയാണ്. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടായി, ഇപ്പോഴും ഗ്രൂപ്പ് ലൈവാണ് അത്, കണക്ഷന്റെ ഗ്രൂപ്പ്. ബുക്കൊക്കെ അറിയാം. പിന്നെ ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായിട്ടുള്ള ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ പറഞ്ഞു, ലാസ്റ്റ് മൊമെന്റിൽ ഈ പ്രതീക്ഷിക്കപ്പെടുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ വിടും. ഐഫറിന്റെ ഗ്രൂപ്പിൽ തന്നെ ഇത് നോക്കിയുള്ള സാധ്യത ഉണ്ട്, PDF ഒക്കെ വരും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്ത് ഗ്രൂപ്പിൽ തന്നെ ഇട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഇവര് എന്താ പറയുക മാഡത്തിന്റെ പറയുന്നത് പേപ്പർ വണ്ണ് അല്ലല്ല, നമ്മളെ നിങ്ങളെ മൊത്തത്തിലുള്ള അല്ല, നമ്മളെ ആങ്കറിംഗ് ഒക്കെ നടത്തിയ ആര്യ വന്ന് രാത്രി 12:30 നമ്മളെ ലൈവ് കഴിഞ്ഞ രാത്രി 12:30 വിളിച്ച് 12 ശരി. ഞാനത് കേട്ടു, ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ഓരോരോ രീതിയിൽ ഭാഷ പറയട്ടെ, ഞാൻ ഇൻ്റെതാക്കി പറയണതല്ല. ആ ഒരു കണക്ഷന്റെ സംഭവം പറഞ്ഞു, എന്താ സംഗതി ഒന്ന് പറയാൻ പറ്റും, എനിക്ക് എൻ്റെ മേഖലയിൽ ഒന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ചെയ്തൊരു സംഗതി ഉണ്ട്, വിട്ടരങ്ങൾ നോക്കിയാൽ. അപ്പോൾ ഞാനൊരു നമ്മളന്ന് പേപ്പർ വണ്ണിൽ ചെയ്തൊരു സംഗതി വിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാലോ, എന്താ വെച്ചാൽ ഒരുപാട് തലയെ കയറ്റേണ്ട സാധനങ്ങളാണ്. അനീസാറ ഭാഷ പറഞ്ഞു ഇന്ന് ഏറ്റവും കൂടുതൽ സമാധാനിപ്പിച്ചുള്ള വാക്കും കൂടി ആട്ടോ ഐഫറിൽ ഫസ്റ്റ് വന്ന സമയത്ത്. നമ്മൾ കുറെ ഇങ്ങനെ പഠിക്കും, ആദ്യം പഠിച്ച് ഇങ്ങനെ പോവും, പിന്നെ ഇങ്ങനെ പഠിക്കും, പിന്നെ ഉള്ളത് ഇങ്ങനെ പോകും, ഇങ്ങനെ പോവുക കയറുക, ഒരു സർക്കിളിലാണ് ഈ സംഗതി ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ചില സംഗതികൾ ലോക്ക് ചെയ്ത് വെക്കാൻ, ഒരിക്കലും പോകാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് വെക്കാൻ സഹായിച്ചു എന്നുള്ളതാണ് ഈ കണക്ഷൻ ഞങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളത്, നമുക്ക് സഹായകമായിട്ടുള്ളത്.
നമ്മൾ ഡിസ്കസ് ചെയ്തതിലേക്ക് തന്നെ ഒന്നുകൂടി ക്ലാരിറ്റിയിലേക്ക് വരാം. അപ്പോൾ നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റം ഇങ്ങനെ ഒരു ആസ്പെക്ടർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ സപ്പോർട്ട് സിസ്റ്റം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു സിസ്റ്റമാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെട്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഒരു കുട്ടിയെ വീട്ടിലേക്ക് ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് സംസാരിച്ചു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, കുട്ടി ജയിച്ച ഈഫറിനുമായിട്ട് ഞാൻ അവൾക്ക് നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഇങ്ങനെ ഇൻഫോം ഇപ്പോൾ എങ്ങനെ പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ അവളോട് പറഞ്ഞു ഇതെൻ്റെ അവസാന അവസരമാണ്, ഇതെനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി എനിക്ക് ജയിക്കാൻ പറ്റൂല എന്ന് ഞാൻ അവളോട് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. പക്ഷേ എനിക്കറിയാം, ഞാൻ ആ കുട്ടീനോട് മുമ്പ് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയ ടീച്ചർ, ഇതുവർക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്ക് ഓരോ ലെവൽ ഓഫ് ഡെഫിനിഷൻ ഓഫ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും, ഞാൻ മനസ്സിലാക്കുന്നത് മെജോറിറ്റി ഓഫ് ദ ഫാമിലിയിലും എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിരിക്കും. നമ്മളെ കൂടെയുള്ള ആളുകൾ നന്നായിട്ട് നല്ല പൊസിഷനിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ ആ സ്നേഹം കൊണ്ട് കൊടുക്കുന്ന സപ്പോർട്ടായിരിക്കും മറ്റുള്ളവരുടെ ഏറ്റവും വലിയ പ്രഷർ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആളുകൾ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഒന്നുകൂടി ഞാൻ സ്പെസിഫിക് ആകാൻ വേണ്ടിയിട്ട് ഫാമിലി ഉനീസയെ സപ്പോർട്ട് ചെയ്ത്, എങ്ങനെയാണ് ഫാമിലി ഷവീലിനെ സപ്പോർട്ട് ചെയ്ത് എന്നുള്ളത് ലൈക്ക് എൻ എക്സാമ്പിൾ. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ വേണമെങ്കിൽ പറയാൻ പറ്റുകയാണ്. ഇപ്പം എക്സാം ആയ സമയത്ത്, ഓക്കെ, ഇപ്പം ഒരാൾക്ക് എക്സാം ആയ സമയത്ത് ബാക്കിയുള്ള ആളുകളൊന്നും ഇങ്ങോട്ട് വരാത്ത രീതിയിൽ എനിക്കൊരു സിസ്റ്റം ഉണ്ടാക്കി തന്നു. ഇനി അതല്ലെങ്കിൽ എനിക്കറിയാത്ത ടോപ്പിക്കുകൾ ഒരു ആസ്പെക്റ്റിലേക്ക് പോകുന്നു. അപ്പം അതാകുമ്പോൾ ആളുകൾക്ക് ഒന്നുകൂടി കണക്ട് ചെയ്യാൻ പറ്റും. മറ്റെന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ ആളുകൾ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് സപ്പോർട്ട് ഒന്നുകൂടി എക്സ്ട്രീം ആക്കും. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്കൊന്ന് ഇത് നിങ്ങൾ എക്സാമ്പിൾ എല്ലാവർക്കും ഒരുപോലെ അപ്ലിക്കബിൾ ആവണമെന്നില്ല കേട്ടോ. പക്ഷെ ഒരു സെറ്റ് ഓഫ് എക്സാമ്പിൾസ് കാണുമ്പോൾ ആളുകൾക്ക് ഒരു തിരിച്ചറിവ് കിട്ടും. ഇങ്ങനെയൊക്കെയാണല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം നമുക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് സപ്പോർട്ട് എന്നുള്ളത് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങളെ പാർട്ട്ണറെ നിങ്ങൾ ഇഷ്ടപ്പെടണം, പാർട്ട്ണറെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഒരാളെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്നേഹം എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളതിലാണ് ഒരു ഡെഫിനിഷൻ. ഇപ്പം നമ്മളൊക്കെ മുമ്പ് പാരൻസൊക്കെ കുട്ടികളെ ഒരുപാട് തല്ലാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതും സ്നേഹം കൊണ്ട് തല്ലിയിട്ടുള്ളൊരു ആസ്പെക്ട് തന്നെയാണ്. അപ്പോൾ ഒരു സ്റ്റേജിൽ അപ്പം ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു അതോടുകൂടി സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അടുത്തേക്ക് പോകാം. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ് പ്രധാനമായിട്ടും. ഇപ്പോൾ അനുസരങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇവരൊരു എഡ്യൂക്കേറ്റഡ് ആയ ആളുകളല്ല. ഫാമിലി എന്ന് പറയുന്നത് ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും പേളാപ്പാണെങ്കിലും ഇളാമ്മയാണ്, ഒരൊന്നും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളല്ല, കുറച്ച് ബാക്കുള്ള. അല്ല, നമുക്കതിലൊന്നും ചെയ്യാനും കഴിയില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. ഒരു എന്നിട്ട് ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോയിന്റാ, എക്സാമിൻ്റെ ഒരു സമയത്തുണ്ടല്ലോ നമുക്കൊരു ഡിസ്ട്രാക്ഷൻ വരുന്ന രീതിയിലുള്ള സംഗതികളൊക്കെ ബ്ലോക്ക് ചെയ്തെന്നുള്ള. ഈവൻ നമ്മൾ എത്രത്തോളം പറയുന്നത് ശരിയാന്ന് പറയാൻ പറ്റില്ല. ഈവൻ ഇപ്പോൾ നമ്മളെ കുടുംബക്കാരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഇപ്പോൾ തറവാട്ടിലെത്തും. അപ്പോൾ തറവാട്ട് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ് അങ്ങോട്ട് വരും. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ആളുകൾ വരുന്ന പോലെ സൽക്കരിക്കുന്നതൊക്കെ. രണ്ട് കൂട്ടർക്ക് നല്ല ഇഷ്ടമാണ് പുറത്തു പോകണമൊക്കെ. പക്ഷെ ആ ഒരു മൊമെന്റിൽ ഉമ്മൊക്കെ ചെയ്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉമ്മ ചെറിയൊരു ഹിന്റ് വന്നവർക്ക് കൊടുക്കും. എക്സാം എടുത്തിട്ടുണ്ട്, ഓരോ പഠനത്തിലാണ്, വരണ്ടാന്നൊന്നും പറയൂല, മനസ്സിലാക്കുന്ന ആളുകളെ ഇരിക്കുമല്ലോ. അങ്ങനെ അവിടെ വെച്ച ആ സംഗതി, ആ ഒരു ടൈം ആളുകളെ അതോട് കൂടെ നമ്മൾ അന്വേഷണം എന്ന് അവരോട് പറഞ്ഞേക്കേണ്ടി വരും. ഞങ്ങൾ പിന്നെ ഫ്രീ ആകുന്ന സമയത്ത് ഓരോ വിളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ നമ്മളെ വീട്ടിലേക്ക് ആ ഒരു പഠനത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് വേറൊരു സംഗതി ഇൻട്രപ്ഷൻ വരാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്ട് ചെയ്തു എന്നുള്ള സംഭവമാണ് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു സംഗതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും, ഉമ്മയും ഒക്കെ വരും, ഒരു വെറുതെ അന്വേഷിക്കും, അല്ല എന്തായി, എന്താണ് എക്സാം. അപ്പോൾ അതിൻ്റെ ഒക്കെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ഡോക്ടറായോ, എന്താണ് പേര്, ഡോക്ടറായോ, പിന്നെ നെറ്റ് കിട്ടിയെന്ന് തന്നെ ഇനിയിപ്പോൾ ഡോക്ടറായില്ലേ. നമ്മൾ ഇതൊക്കെ സത്യം പറയാന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കണം. കാരണം ഇവരൊക്കെ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സംഗതി എന്താ വെച്ചാൽ, എൻ്റെ ഈ പ്രായത്തിലും ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിച്ച് പിന്നെ സെറ്റിൽഡായി, കുട്ടികളായി, ഇനി കുട്ടികളെ വിദ്യാഭ്യാസം, ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ഏരിയയിൽ വരുന്നില്ല. ഉമ്മാനെ ഉപ്പാനെ സംബന്ധിച്ചിട്ട് ഓർക്ക് എന്തെങ്കിലും ആളുകളുടെ ഇടയിൽ ഒരു ഹെഡ് ഹൈ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ട് നാളെ നമ്മൾ പറയുമല്ലോ, ഒരു അഭിമാനം ഉണ്ടാകുന്ന ഒരു സംഭവം വരാനുള്ള സാധ്യത ഒന്നുമില്ല. ആ സമയത്താണ് നമുക്ക് നേട്ടങ്ങൾ വരുന്നത്. അപ്പം ഓരെത്രത്തോളം നമ്മളെ കൊണ്ട് അഭിമാനിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ ഇത് ഞാൻ പറയില്ല, നിങ്ങൾ അനുഭവിച്ചതാണ്. നിങ്ങൾ രണ്ടാളും ഇരുന്ന് അനുഭവിച്ച അവരുടെ സന്തോഷത്തിലുണ്ട്. നമ്മൾ ലാസ്റ്റ് മൊമെന്റിലൊക്കെ ഉമ്മ ഒന്നാണ്ട് പറയാം, നല്ല രസമാണത്. പിന്നെ അങ്ക് പ്രാവശ്യം പരീക്ഷയ്ക്ക് ഒന്നും കൂടെ ഞാൻ എല്ലാ പ്രാവശ്യം തോർക്കലുണ്ട്, പരീക്ഷയ്ക്ക് കിട്ടും. ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങളെ തോന്നു മാറ്റി പിടിക്കും, പരീക്ഷയ്ക്ക് കിട്ടുന്നുള്ള യാഥാർത്ഥ്യം കിട്ടുന്നുണ്ട്. ഒരു പരീക്ഷ മിസ്സായി പോയിട്ടില്ല, എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട്. അത് പോരാ, ജയറഫ് കിട്ടണം നിങ്ങൾ തോർക്കുന്നത്. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞ വാക്കാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ വെച്ചാൽ അത് പറയണ്ട ആദ്യം. അപ്പൊ ഇനി മുതൽ ജയറഫിനും വേണ്ടി തോർക്കാണ്. ലാസ്റ്റത്തെ മാമന്റെ അങ്ങനെയാണ്. അപ്പൊ പിന്നെ അങ്ങനെ കുറച്ചനെ ഇവനക്ക് ആ സാധനം എന്താന്ന് നമുക്ക് അറിഞ്ഞിട്ടല്ലോ,
അത് കൊടുക്കണേ സത്യം പറയുകയാണെങ്കിൽ ഇവരുടെ പ്രാർത്ഥനകൾ ഇതൊക്കെ തന്നെയാണ് നമ്മളിലേക്ക് എത്തിച്ചത്. ആർക്കും ഇതെന്താ സംഭവം എന്നറിയില്ല. പക്ഷെ ഏത് രണ്ട് ഫാമിലി ആയാലും ഫാമിലിന്റെ അപ്പുറമുള്ള എല്ലാവരും അത് തന്നെയാണ്. എന്താണ് അവരുടെ ദുആകൾ ഉണ്ടായിരുന്നു, അവരുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ഇവരെ ഫാമിലിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവർ മെമ്പേഴ്സ് അല്ല കൂടുതൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകണമൊക്കെ. അപ്പോൾ അളിയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കമ്പനിയാണ്. പക്ഷെ എനിക്കൊരു ജ്യേഷ്ഠന്മാരായിട്ടുള്ള ഒരു ഫീലാണ്. ഞാൻ മൂത്ത ആളാണ്, എനിക്ക് ജ്യേഷ്ഠനില്ല. പക്ഷെ നമുക്ക് എന്തും തുറന്നു പറയാനും തമാശ പറയാനൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഏറ്റുപിടിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ പഠനം. പോണ സമയത്ത് നമ്മൾ കൂടിയിരിക്കുന്ന സമയത്ത് ഒരു ടോപ്പിക്ക് ഇതായിരിക്കും, അല്ലെ എവിടെ എത്തി, പ്രാവശ്യം പോരൂലേ, കെശിലാവൂലേ. സത്യം പറഞ്ഞാണ് എവിടെ പോയാലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവാത്തൊരവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരിഞ്ഞു മുറുക്കുക എന്ന് പറയില്ല. എവിടെ ചെന്നാലും ചോദ്യം ഇതാണ്, അല്ല പ്രാവശ്യം പോരൂലേ. അങ്ങനെ സത്യം പറയാൻ അങ്ങനത്തെ ചോദ്യങ്ങൾ ഒരുപാട് നമ്മളെ മുന്നോട്ട് ഇനിയും എഴുതണം. അതായത് ഇത് 2 മാർക്കിന് മിസ്സാകുമ്പോഴും ഇനിയും എഴുതണം. കാരണം ഇവരെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസും നമ്മളെ വീണ്ടും ഈ JRF എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഭയങ്കരമായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. എവിടുന്ന് വരികയാണെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലും എക്സാം ആണെങ്കിൽ വരില്ല, ആരും വരില്ല. എക്സാം അടുപ്പിച്ച ആരും ഈ പരിസരത്തേ ഉണ്ടാവില്ല. പിന്നെ വേറെ അനിസാർ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളിപ്പോൾ നമ്മളെ ഇന്റർവ്യൂ ചെയ്യാണ്. ഇതിപ്പോൾ എല്ലായിടത്തും ഇപ്പം ഒരേപോലെ ആയിക്കോളുന്നില്ല. അപ്പം ഞാനതിൽ കണ്ടൊരു സംഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ അങ്ങനത്തെ സംഗതികളൊന്നും അവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ഇതിൽ ജോലി സംബന്ധിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ ഇത് കേൾക്കുന്ന ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച് ആ ഒരു പ്രയാസം വന്നോളുന്നില്ല. അത് അങ്ങോട്ടും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ ആ ഒരു പ്രയാസങ്ങളെ ഹൈലൈറ്റ് ചെയ്യാൻ തീരെ ഞാൻ താല്പര്യപ്പെടില്ല. ഞാൻ പണ്ടത്തെ ഇതിലും പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടാവുന്ന കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറയില്ലേ, അത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഞാനൊക്കെ ചെയ്തിട്ടുള്ള സംഭവം. ഇങ്ങനെ ഉമ്മക്ക് വന്ന് പറയുന്ന സമയത്ത് എന്നാൽ കുറച്ച് നേരം അമ്മാനോട് വർത്താനം പറഞ്ഞിരുന്നു, നിങ്ങൾ പറഞ്ഞോളി, തള്ളിക്കൊളി, നമ്മളും തള്ളുക എന്നുള്ള രീതിയിൽ അങ്ങനെ സന്തോഷങ്ങൾ കണ്ടെത്തിയിട്ടിലേക്ക് എത്താം. ചിലപ്പം ഈ ഒരു ആംബിയൻസ് ചില ആളുകൾക്ക് കുടുംബത്തിന് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സമയം കണ്ടെത്തുക, ചിലവേക്കാൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം ഇത് പറഞ്ഞതിൻ്റെ കൂടെ പറഞ്ഞെന്നുള്ളൂ. അപ്പം ഞങ്ങളിതിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. അല്ല ഇതിൽ ഞാൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ സപ്പോർട്ട് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെയും പ്രശ്നം എന്താ വെച്ചാൽ സപ്പോർട്ട് സിസ്റ്റത്തിന് മാറ്റാൻ നമുക്ക് പലപ്പോഴും പറ്റണമെന്നില്ല. അപ്പം ഷെവീലിൻ്റെ പാരൻസ് ഇങ്ങനെയായിരിക്കും, അപ്പം അപ്പുറത്തുള്ള എക്സിന് എൻ്റെ പാരൻസ് അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, പക്ഷെ ആക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് സപ്പോർട്ടിങ് ആയിട്ടുള്ള ചില ഫ്രണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യുക, ചില ടീം മെമ്പേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ചില എയ്ഫ്രൈഡ്സ് ആയിരിക്കും, ഇനി അതും അല്ലെങ്കിൽ പാർട്ട്ണർ ആയിരിക്കും. അപ്പം നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനിപ്പോൾ ഈ പോയിന്റ് പറയുമ്പോൾ ഒരു പ്രശ്നം അതാണ്. അതുകൊണ്ടാണ് ഞാൻ ചില സംഗതികൾ പറയരുത്. കാരണം ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ച് ശരി എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ്, എന്നെപ്പോൾ എന്ത് പറയാൻ നമുക്ക് കിട്ടി, നമ്മളിത് നോക്കണ്ട, അങ്ങനെ ഒരു പ്രജുഡൈസ് വിധി എഴുതുകയാണ്. അത് ശരിക്കും തെറ്റാണ്, ആ സംഭവം തെറ്റാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ഓരോ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ ഫാമിലി ആണെങ്കിൽ നമ്മൾ അലട്ടുന്ന സൈമൾട്ടാനിയസ് ആയിട്ട് പാരലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ പ്രശ്നങ്ങളായിട്ട് തലയിൽ കയറ്റി വെക്കാൻ താല്പര്യപ്പെടുന്നില്ല, ആളുകളോട് പറയാനും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോസിറ്റീവായിട്ടുള്ള സംഗതി കണ്ടെത്തി റിസൾട്ടേക്ക് ഇതെല്ലാവർക്കും ഡിഫറെൻറ്റ് സിറ്റുവേഷൻസും ആയിരിക്കും. ഇപ്പം നമുക്ക് തന്നെ പല ഇൻഫ്ലുവൻസ് നിങ്ങൾക്കറിയാം. അതായത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നെറ്റ് കിട്ടി, സാറേ എൻ്റെ പേര് വെക്കണ്ട, പോസ്റ്റ് വെക്കണ്ട, ഞാൻ ഈ പരീക്ഷ എഴുതുന്നത് വേറെ ഒരാൾക്കും അറിയില്ല, എനിക്കും സാർക്കും മാത്രമേ അറിയുള്ളൂ, എന്നിട്ട് ഇപ്രാവശ്യം ജാരപ്പെട്ടിയ ആളുകളുണ്ട്, കിട്ടിക്കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അപ്പം ഐ മീൻ എല്ലാ സെറ്റ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളാണ് പറയാൻ പറ്റുക. ഒന്നുകൂടി അടുത്ത ആസ്പെക്റ്റിലേക്ക് പോകാം. നമ്മൾക്ക് പറയല്ലോ, നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ഒരുപാട് വിയർപ്പുകളുണ്ട്. ഓക്കെ, നമ്മൾ ഒരുപാട് ആളുകളുടെ വിയർപ്പുകളുണ്ട്. അപ്പോൾ അത് പലപ്പോഴും സത്യം പറഞ്ഞാൽ ഈ വിയർപ്പുകൾ മുന്നോട്ട് വരാറില്ല, ആളുകൾ അറിയില്ല. ഈ വിയർപ്പുകൾ അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ് സത്യത. പക്ഷെ ഞാൻ പലപ്പോഴും ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്ന ഒരു സംഭവങ്ങളൊന്നും ഓൾറെഡി ഇപ്പോൾ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു, പാരൻസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ ഫ്രണ്ട്സിനോടൊക്കെ അധികം ചോദിക്കുന്നത് അവർ അപ്രീസിയേഷൻ ഡിസേർവ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഷെവീൽ ഈ ലെവലിലേക്ക് എത്തി, ഉനൈസ ഈ ലെവലിലേക്ക് എത്തിയതിൽ കീ റോളായിട്ടുണ്ട് എന്ന് കരുതുന്ന ആളുകളെ ഒന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് ഡിസേർവ് അപ്രീസിയേഷൻ. ഞാൻ പറയുന്നത് ഇൻക്ലൂഡിങ് പേര് കേട്ടോ. കാരണം ഇന്ന ടീച്ചർ അത് ഒരു കീ ആയിട്ട് ഫീൽ ചെയ്യുന്നത് മതി, എല്ലാവരെയും എന്നുള്ളതിൽ കീ ആയിട്ട് ഫീൽ. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഫറൂഖ് കോളേജിൻ്റെ ടീച്ചർ ഉണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ്. പക്ഷേ ആ ടീച്ചറുടെ പേര് ലോകം അറിയാൻ ഡിസേർവ് ഇറ്റ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കേസ്. അത് ചിലപ്പോൾ ടീച്ചേഴ്സ് ആവാം, ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, ഫാമിലിയെ കുറിച്ച് പറഞ്ഞു, ചിലപ്പം ചില ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. ഓക്കെ, ആ ആളുകളെ വിളിച്ച് പറയുക എന്നുള്ളത് എയ്ഫറിൻ്റെ ഒരു പോളിസിയാണ്. ബിക്കോസ് ദ ഡിസേർവ് അപ്രീസിയേഷൻ ഫോർ ദാറ്റ് എന്നുള്ളതാണ്. അപ്പം ഷെവീലിൻ്റെ ഈ ഒരു വിജയത്തിന് പിന്നിൽ ഇപ്പോൾ ഷെവീലിനെ തിരിഞ്ഞ് ആലോചിക്കാനുള്ള കുറച്ച് മനുഷ്യന്മാർ, ഓക്കെ, ആ മനുഷ്യന്മാർ
ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വിനസി. അത് കുറച്ചൊന്നുമല്ല, സത്യത്തിൽ ആ ക്വസ്റ്റ്യന് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ചോദിച്ചാൽ ചോദ്യം നല്ല, കാരണം ഇവരൊന്നും ഓർക്കാണ്ട് നമുക്ക് ഇതിൽ തുള്ളിച്ചാടുന്ന ഒരു അർത്ഥമില്ല. അത് 2-3 ആസ്പെക്റ്റിലൂടെയാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഓബിയസ്ലി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പാരൻസ് നമ്മളെ ഫാമിലിയിൽ നിന്ന്. 2, നമ്മൾ ആത്മീയ ഗുരുക്കന്മാരാണ്. നമ്മൾ ഉമ്മാനോടും ഉപ്പാനോടും പറയുന്ന ഒരു റേഞ്ച് സംസാരമാണ്. പക്ഷെ നമ്മൾ ഉസ്താദ്മാരോട്, ടീച്ചേഴ്സിനോട്, അധ്യാപകരോട് പറയുന്നത് വേറെ റേഞ്ചാണ്. അവരോട് നമ്മൾ ഒന്നും കൂടെ മനസ്സ് തുറക്കും, അങ്ങനൊരു പ്രയാസമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇത് കിട്ടുന്നവരെ ലാസ്റ്റ് മൊമെൻറ്റിൽ എക്സാം കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ഉസ്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഷെഫിൽ ഇതിനെ കുറിച്ച് ഒന്നും ചോദിക്കേണ്ട, ഇത് ലിസ്റ്റിലുണ്ട്, അങ്ങനെ പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പം ഇപ്പം പറയില്ല ഓരൊക്കെ എത്രത്തോളം ഇതിലേക്ക് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ള. അപ്പം ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഉസ്താദ് ഇപ്പോൾ സിദ്ദീഖ് റഹ്മാൻ ഉസ്താദ് എന്ന് പറയാനാണ്. അപ്പോൾ ഉസ്താദ് ഇത് ആഗ്രഹിച്ചിട്ടല്ലോ കേട്ടോ ഞാൻ പറയാം. ഞങ്ങൾ അതേപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് പറയാതെ പഠിക്കുന്ന സമയത്ത് പ്രചോദനം നൽകിയിട്ടുള്ള പിന്നെ റഷീദ് റഹ്മാൻ ഉസ്താദ് എന്ന് പറയും. ഇവരൊക്കെ പറഞ്ഞാൽ ഞങ്ങളതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ ഫ്രണ്ട് സർക്കിളിൽ എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഷെരീഫ് എന്ന് പറയും, ഷെരീഫ് ഹസനി. നിങ്ങളൊക്കെ ചിലപ്പോൾ പരിചയപ്പെടും. ആൾ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണ്. ഓന് PH ഡോക്ടറേറ്റ്, ഓൻ ഡോക്ടർ ആവുന്ന സമയത്ത് എനിക്ക് നെറ്റ് റിസൾട്ട് വരുന്നുള്ളൂ, നമ്മളെക്കാട്ടി മുന്നേ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓൻ്റെ ഒക്കെ ഓരോ മൊമെൻറ്റും ശരിക്കും ചലഞ്ചിങ് ആയിരുന്നു. ഷെരീഫ് കയറി, ഞാനിപ്പോൾ എവിടെ എത്തിയില്ല, അങ്ങനെ എങ്ങനെയാന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ചിന്തിക്കും. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പലരും ഇതുവരെ കണ്ടിട്ട് പോലുമില്ല, ഈവൻ ഫോട്ടോ പോലും കാണാത്ത ആളുകളുണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് നമ്മളൊരു സുഹൃബന്ധം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. എനിക്ക് ലാസ്റ്റ് ഞാൻ നെറ്റ് എക്സാം എഴുതിയ സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ എഴുതി വിട്ടൊരു മെസ്സേജാണ്. അത് സത്യം പറഞ്ഞ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുള്ള, ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞ എൻ്റെ ഒരു വേ ഓഫ് ടീച്ചിങ്, നമ്മളിങ്ങനെ ടോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻറ്റിമസി ആയിരിക്കും. നല്ല തമാശ പറയുന്ന സമയത്ത് ചില ആളുകൾക്ക് ചിലപ്പോൾ പറ്റിക്കോളന്നില്ല. കാരണം അത്ര ഇതിലെ ഞാൻ പറയാം. ഞാൻ അങ്ങനെ ചിലപ്പോൾ തോന്നി ഈ കുട്ടിക്ക് ഇത് പറ്റിയിട്ടുണ്ടാവില്ല പഠിച്ചവനെ. അപ്പോൾ ഞാൻ PM പോയിട്ട് മെസ്സേജ് ഇടാം, അതെ ഇങ്ങനെ പറഞ്ഞ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അപ്പോൾ ഓരിനോട് പറയും, ഷെബിൽ സാർ എന്താണ് ഇപ്പോൾ പല ആളുകളും സാറെന്നാ വിളിക്കും, എനിക്ക് അതിനടുത്ത് ചെയ്ത് താല്പര്യമില്ല, നമ്മളൊരു ഇൻറ്റിമസി ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിലാണ്. നിങ്ങളെന്താ പറയുക, നിങ്ങളെ ക്ലാസ്, നിങ്ങളെ ടോക്കൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് കുറച്ച് ആളുകൾ, ഇപ്പം ഇതിലെടുത്ത് പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇഫറിലുള്ള ഫാത്തിമ എന്ന് പറയും, ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ലബീബ എന്ന് പറയും, ഈ ലാസ്റ്റ് മൊമെൻറ്റിലുണ്ടായ ഫാത്തിമൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന സുഹൈല എന്ന് പറയും. ഇവർ സത്യം പറയുകയാണെങ്കിൽ ഈ റിസൾട്ടിലേക്ക് എത്തിക്കാൻ ഇന്ന് അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പുണ്ടായിരുന്ന ഹുദവി, നമ്മളെ നൗഷാദ് അലി ഹുദവി എന്ന് പറയും, അസ്ലം, അപ്പം അതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്റ്റുഡൻ്റാണ്. പക്ഷേ ഞാനൊക്കെ വിചാരിച്ചു അവനെ കുറിച്ചൊരു കോൺസെപ്റ്റ് തന്നെ ഏകദേശം കുറച്ച് 2-3 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഞാനും അവനും 12-13 വയസ്സിൻ്റെ മാറ്റമുണ്ട്. അപ്പം ഇവരൊക്കെ കൂടെ നിന്നുള്ളതാണ്. അറ്റ് ദ എൻഡ് ഇവർ പറയണത് എന്താ വെച്ചാൽ, റിസൾട്ട് നോക്കണ ലാസ്റ്റ് റിസൾട്ട് നോക്കണ സമയത്ത് ഇവരൊക്കെ പറയാം, ഷെബിൽ സാർ നിങ്ങൾ റിസൾട്ട് നോക്കിയിട്ട് പറയും, ഞങ്ങൾക്ക് ഞങ്ങളെ റിസൾട്ടിലല്ല ഇപ്പോൾ കൂടുതൽ കൺസേൺ നിങ്ങളതാണ്. എന്തെങ്കിലും റിസൾട്ട് എല്ലാത്തിനും സെയിം നിങ്ങൾ പറയും, ഞങ്ങളെക്കാട്ടും കൂടുതൽ നിങ്ങൾ ഇപ്രാവശ്യം കയറണം, നിങ്ങൾക്ക് ഇനി ഒരു അറ്റംപ്റ്റ് ഇല്ലല്ലോ, ലാസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ, നിങ്ങൾ കയറിയില്ല, ഞങ്ങൾക്ക് ഇനി എത്ര കിട്ടിയാലും അതിലൊരു രസമല്ല. എന്തോരം ആളുകൾ പറഞ്ഞിട്ടുണ്ട് വേറെ. ഈവൻ ഇപ്പോൾ ഈ പറഞ്ഞ കുട്ടികളുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവും, വീട്ടിൽ ഫാമിലിയുള്ള ആളുകളുണ്ടാവും. ഈ റിസൾട്ട് വന്ന സമയത്ത് ഇവരോട് പറഞ്ഞിട്ടുണ്ട്, പകുതി സമാധാനമായില്ലേ. അവർക്ക് എന്നോട് പറയണം, എന്താ പകുതി? അല്ല ഷെബീൽ സാറിന് കിട്ടിയില്ലേ, നിങ്ങളൊരു പ്രധാന കൺസേൺ അതല്ല, അത് നടന്നില്ലേ, ഇനി നിങ്ങളതല്ലേ, നിങ്ങൾക്ക് സമയമുണ്ടല്ലോ. എത്രത്തോളം അതൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരാത്ത ലിസ്റ്റാണ് എല്ലാവർക്കും. ഓക്കെ, രാവിലെ നിങ്ങൾ ജാരഫ് ക്ലബ്ബ് നമ്മൾ ഐഫറിന് തുടങ്ങി. ഈ ജാരഫ് ക്ലബ്ബ് ആ സമയത്തൊന്നും പൊന്തലില്ല. ഈ ലബീബൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബൈക്ക് വിളിക്കും, അല്ല ഉറങ്ങല്ലേ, നല്ല സുഖം ഉണ്ടാവില്ല ഉറങ്ങാൻ. പിന്നെ ജാരഫ് ഇങ്ങനെ നിങ്ങളെ പേരും എഴുതി വെച്ചാണ് റെഡിയാക്കി വെച്ചാണ് NTA. നിങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ ഉറക്കത്ത് നീച്ചിട്ടൊന്ന് പോയി വാങ്ങിക്കൊണ്ടിരിട്ടോ പരീക്ഷ എടുക്കാൻ. അപ്പോൾ വല്ലാത്തൊരു കുത്താണിത്. 1-2 ദിവസമൊക്കെ നമ്മൾ എന്താ അത് വിളിക്കുന്ന പോട്ടെ. 3-ാമത്തെ ദിവസം നമ്മൾ വിളി അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു കുറ്റബോധമാണ്. അങ്ങനെ സത്യം പറയാണ്ട് ഇവർ ഇരുത്തി പഠിപ്പിച്ചു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിലുള്ളത്. ഞാൻ പഠിക്കുന്ന ഐഫ്രൈറ്റ്സിനോട് ഇത് ഐഫ്രൈറ്റ്സ് എന്നല്ല, ഇതിനെ പഠിക്കുന്ന ആളുകളോട് പറയാനുള്ള എൻ്റെ ഒരു സജഷൻ അത് ഞാൻ അനുഭവിച്ചൊരു സംഗതിയും കൂടെയാണ്. നമ്മളതേ വൈബിനൊത്തൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ഏറ്റവും ഒരു സ്പെഷ്യൽ നമുക്കായിട്ടുള്ളൊരു സമയം കണ്ടെത്തി പഠിക്കുക, അത് വേറെ തന്നെ ഒരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ള എല്ലാവരും കൂടി ഇരുന്ന് പഠിക്കുന്ന പഠനം വേറെ, അതിന് മാറിക്കണം എന്നല്ല, അതിൻ്റെ പുറമെ നമ്മളായിട്ട് അതേ വൈബിളിലെ താല്പര്യപ്പെട്ടപ്പോൾ ഈ ഞങ്ങൾ 3 ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം ചേർത്ത് മാത്രമാണ്, അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇപ്പം ഈ ലാസ്റ്റ് ടൈമുള്ള സംഗതി തൊട്ടുമ്പത്തേൽ വിളക്കുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ കഴിഞ്ഞാൽ കിട്ടിയല്ലോ. അപ്പം ഇവരൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കുത്തിയിരുന്ന് പഠിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളെ ഞാൻ നോട്ട് ചെയ്താൽ. ഞാനൊരു ബിസിനസ് സ്ട്രാറ്റജിയിലാണ് ഞാൻ സംഗതി മൂവ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കുത്തിയിരുന്ന് പഠിക്കുന്ന ടൈപ്പിനെ നോക്കിയിട്ട് ഞങ്ങൾക്ക് എങ്ങനെ താല്പര്യം നമ്മൾ കൂടെ ഇരുന്ന് പഠിക്കാന്നുള്ള അങ്ങനെ ഒരു ടീം ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കാനിരുന്നുള്ളതാണ്. അപ്പോൾ ഓരൊക്കെ എന്തായാലും നമ്മളിവിടെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. സാറ് ചോദിച്ച ചോദ്യം ചോദിച്ചുകൊണ്ട് വളരെയധികം സന്തോഷം, അല്ലെങ്കിൽ ഞാനത് പറയാൻ ഉദ്ദേശിച്ചത് യുടെ ലൈഫിൽ ഇതുപോലെ പറയാനുള്ള മേ ബി ഫ്രണ്ട്സ്, അധ്യാപകര്, ഇതിൽ പലപ്പോഴും എനിക്കറിയാം എല്ലാവർക്കും പറയാം. ഇതിൽ പലപ്പോഴും ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ആരെങ്കിലും മിസ്സാവുന്ന കരുതിയിട്ട് നമ്മൾ ആരും പറയാത്തൊരു പ്രശ്നം ഉണ്ടാവും. അതൊരു വലിയ പ്രശ്നം. അപ്പൊ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് മതി, നോ ഇഷ്യൂ അറ്റാ. ഓക്കെ, ഇനി മറന്നു പോയത് പറയേണ്ട ആവശ്യമില്ല. ഫ്രണ്ട്സാള് ഇതന്നെ ഞാൻ പറഞ്ഞ ബാസിമാണ് എന്നെ ഇതിലേക്ക് എത്തിച്ച്, പിന്നെ ഹിലാലിൻ്റെ മുന്നോട്ട് നയിച്ചത്. ഓരോ ഇത് വരുമ്പോഴും ഹിലാൽ ഫസ്റ്റ് വിളിക്കും, എന്തായി റിസൾട്ട്. അപ്പം ഞാൻ ഈ പ്രാവശ്യം പോയി, അടുത്ത പ്രാവശ്യം നേടിയെടുക്കുക. കാരണം ഹിലാലിന് എല്ലാം അറിയാലോ, സിലബസ് അയച്ചാലും ഏറ്റവും സെറ്റ് ഹിലാലായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ, ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എല്ലാം ഹിലാൽ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീകുട്ടി മാം ആയിരുന്നു അന്നിൻ്റെ മെൻറ്റർ. ശ്രീകുട്ടി മാം ഇതേപോലെ തന്നെ സെക്കൻഡ് ടൈം PhD കിട്ടിയ സമയത്ത് മാം JRF പ്രതീക്ഷിച്ചിരിക്കുക എൻ്റെ അടുത്ത് നിന്ന്. അപ്പം എന്നോട് പറഞ്ഞു, ഈ റിസൾട്ട് നോക്കുന്ന വീഡിയോ എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് സാധ്യമല്ല മാം, പിന്നെ എനിക്ക് JRF ഉറപ്പാണ്, ആ വീഡിയോ എനിക്ക് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ പ്രാവശ്യം എനിക്ക് PhD ആയിപ്പോയി. അടുത്ത പ്രാവശ്യം പിന്നെ ഞാൻ മാമിനോട്, കാരണം അത്രയും ഞാൻ മാമിനോട് പറഞ്ഞു ഇനി ഇല്ല എന്നുള്ളത്. മാം അടുത്ത പ്രാവശ്യം ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ഫസ്റ്റ് തന്നെ മാമിനെ വിളിച്ചു പറഞ്ഞു. മാം പിന്നെ ആ പ്രാവശ്യം മെൻറ്ററിങ് ഒഴിഞ്ഞു തോന്നി. അതെ. പിന്നെ അതേപോലെ കമ്പൈനി സ്റ്റഡിക്ക് എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ കൂടെ ഉണ്ടായിന് ദിൽജു, സഫീദ, ഒരു രണ്ടുപേരും. അത് കഴിഞ്ഞ് പിന്നെ ശില്പ, അപർണ, ഷംല, അങ്ങനെ ഷുഹൈമ, അങ്ങനെ ഒരുപാട് ലിസ്റ്റുകളുണ്ട്. അപ്പോൾ തീരാത്ത ഒരുപാട് ലിസ്റ്റുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ടാവും, ഒരു ചോദിക്കും എന്തായി, എവിടെ എത്തി, എന്താ അവർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആ ചോദ്യം മതി നമ്മളെ വീണ്ടും പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്പെസിഫിക് അധ്യാപകരുടെ പേര് ഏതെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ, പറയാതിരിക്കുന്ന അല്ല, ഞാൻ ഇഫ്രത്തല്ല ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേരുണ്ട് ഫറൂഖ് കോളേജിൽ. അത് എപ്പോഴും എൻ്റെ ഫറൂഖ് കോളേജിലെ സാർമാർ തന്നെയാണ്. പിന്നെ ഞാൻ +1 +2 പഠിച്ച സമയത്ത് ജിയോ സാറ്, സജി സാറ്, അതുപോലെ ഫറൂഖ് കോളേജ് മൻസൂർ സാറ്, ആസി സാറ്, KP സാറ്, ഒരുപാടുണ്ടായി. ഒരു നീണ്ട ലിസ്റ്റുകളുണ്ട്. അവരൊക്കെ നിരന്തരം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മളെവിടെ എത്തി, എന്തായി എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതേപോലെ കുറച്ചും കൂടി അതേപോലെയുള്ള എൻ്റെ പ്രിയപ്പെട്ട വേറെ കുറേ ഫ്രണ്ട്സുകളുണ്ടായിരുന്നു. എല്ലാവരും നമ്മളെ റിസൾട്ടിന് വേണ്ടി വെയിറ്റിരിക്കുക. അവരെ പേര് പറഞ്ഞാൽ തീരാത്ത അത്രയേ ഉണ്ട്. പിന്നെ അധ്യാപകന്മാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളെ പറഞ്ഞെന്നുള്ളത് ഓരോന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്ന ആളുകളൊന്നും, പക്ഷെ ഓരോ നമ്മളുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട് നിരന്തരമായിട്ട്. ഇപ്പോൾ നെക്സൊക്കെ കാര്യം ഞാൻ ഉസ്താദ്മാരെ വിളിച്ചാണ് ഞാൻ പറയും പ്രാർത്ഥിക്കണം, ദ്വാരക്കണം എന്നുള്ള വിഷയം പറയുന്ന സമയത്ത് ഇവള് പറയും, അതെ എൻ്റെ കൂടെ പറയണേ പറയും, ഞങ്ങളെയും കൂടെ ഇതാക്കണം. ഇവരെ ടീച്ചേഴ്സ് ഇതേപോലെ തന്നെ ഫറൂഖിയൻ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞോട് കൂടി നമ്മളെയും കൂടെ അന്വേഷണം, കാര്യം എങ്ങനെയാണ്, ആളെങ്ങനെയാണ്. എനിക്ക് അതിനൊക്കെയാണ് ഈ മോട്ടിവേഷൻ വരുന്നത്. ശരിക്കും ഈ ഭൗതികമായിട്ട് ഒന്നും കൂടി ഇതാകണം എന്നുള്ള നമ്മളൊരു ഒന്നുമല്ലാത്ത പോലത്തെ നിർത്തി വെച്ചാണല്ലോ. സത്യം പറയണ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അധ്യാപകന്മാരുടെ സാന്നിധ്യമാണ്. ഒരു നമ്മളെ കൂടെ ഒന്നുമില്ല, ആത്മീയമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് പറയാലോ. ഓരോ ചില വാക്കുകൾ, ചില മെസ്സേജുകൾ, എനിക്ക് മെസ്സേജ് ഇടും, ചിലപ്പോൾ സ്ഥാപനം ചില മെസ്സേജ് ഉണ്ടാവും, ഞാൻ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കും. ഒരു സംഗതികൾ പറഞ്ഞിട്ടുള്ള അത് ഭയങ്കര ഒരു പക്ഷെ നമ്മൾ മാനസികമായിട്ട് തളർന്ന് കിടക്കുന്ന ഒരു സമയമായിരിക്കും പറയാം. അത് വല്ലാത്തൊരു ഇതാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവളൊക്കെ എന്നോട് പറയുന്നുണ്ട് സമാധാനം ഇത് കേട്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. സത്യം പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ ലോകം മൊത്തം അങ്ങനെ തന്നെ പറയാം, ഇത് നമ്മളെ അടുത്ത സർക്കിളാണ്. അതിന്റെ പിന്നിലുള്ള ഒരു ലോകം മൊത്തം നമ്മളെ കൂടെ നിന്നുള്ളൊരു ഫീലാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ജയിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അടുത്തൊരു ലെവലിലേക്ക് മാറ്റാം. ഓക്കെ, അടുത്തൊരു വേറൊരു ഡയമെൻഷനിലേക്ക്. അതായത് ഇപ്പം ഈ ഫ്രൈറ്റ്സിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന മാഷെ ഞാനൊരു അമ്മയാണ്, ഓക്കെ, എനിക്ക് 1-2 മക്കളുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു പാരൻ്റാണ്, ഫാദറാണ്, മക്കളുണ്ട്. അപ്പോൾ ബേസിക്കലി പാരൻ്റ് ആയിക്കൊണ്ട് പഠിക്കുക എന്നുള്ളത് നിയർലി പോസിബിൾ അല്ല എന്ന് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അവരുടേതായ സ്ട്രഗിളിങ് ആസ്പെക്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ പാരൻസ് ആണ്, നമ്മൾ രണ്ടാളും പാരൻസ് ആയിക്കൊണ്ട് തന്നെയാണ് JRF നേടിയിട്ടുള്ളത്. ബീയിങ് എ പാരൻറ്റ് ആൻഡ് ബീയിങ് എ സ്റ്റുഡൻറ്റ് ആൻഡ് ക്വാളിഫയിങ് JRF, നമ്മളൊരു പുതിയ ഏരിയയിലേക്ക് അവർക്ക് വേണ്ടിയിട്ട് പോവാണ്. ഹൗ ബോത്ത് ഓഫ് യു മേഡ് ഇറ്റ് പോസിബിൾ എന്നുള്ളതാണ്. അതിൽ ഞാനത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് പലർക്കുള്ളൊരു കൺഫ്യൂഷൻ എവിടെയെന്ന് ചോദിച്ചാൽ
അവിടെ ഒരു ബാലൻസിങ് ഉണ്ടോ? അപ്പോൾ അതായത് എപ്പോൾ പഠിക്കും, എങ്ങനെ പഠിക്കും, അപ്പോൾ എങ്ങനെ പാരൻറ്റിങ് ആവും, ഇതിൽ രണ്ടും ഗിൽട്ട് ആസ്പെക്റ്റിലേക്കാണ് ഉണ്ടാവല്. ഒന്നെങ്കിൽ പലപ്പോഴും കുട്ടി പറയും മാഷേ ഞാനിപ്പോൾ നന്നായിട്ട് പഠിക്കുന്നില്ല, മക്കളെ കാര്യമാണ്. ചിലപ്പോൾ നോക്കും മാഷേ ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, മക്കളെ കാര്യം ഇവിടെ നോക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ എപ്പോൾ ഈ ഒരു ഗിൽറ്റ് ഉണ്ടാവുന്ന ഒരു ആസ്പെക്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് ഉണ്ടായിരുന്നു? നിങ്ങളിങ്ങനെ ബാലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പാരന്റിങ് അതിന്റെ കൂടെ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നു പോയതാണോ? അതിൽ ആദ്യം ഞാൻ പറയാം, അതിൽ നിങ്ങൾ രണ്ടാമത് പറഞ്ഞ സംഗതിയാണ് എൻ്റെ കേസിലുള്ള. ഞാൻ ആ ഏരിയ നോക്കലേ ഇല്ല പറഞ്ഞാൽ അത് സത്യത്തിൽ വലിയതായിട്ടില്ല, തെറ്റാണ് എൻ്റെ അടുത്തുള്ള. പക്ഷെ അത് കംപ്ലീറ്റ് മേക്കപ്പ് ചെയ്തെടുത്തെന്നാണ് ഇവിടെ ഒരു ക്വാളിറ്റി ഞാൻ പറയുന്നത്. ഈവൺ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് അറിയില്ല, സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ ഡബിളാണ് പുറേ വന്ന് പഠിക്കാനുള്ള ടാസ്കുകൾ. പുറയിലെത്തുമ്പോഴത്തിന് വാട്സപ്പിൽ മെസ്സേജ് ഒന്നുണ്ടാവും, ഇന്നത് ചെയ്യാൻ എന്നെ ചെയ്യുന്നത്. ഇവള് ഈ പഠനത്തിൻ്റെ ഇടയിലും ഇത് ചെയ്യും. എന്നോട് പറയും ഒരാളെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കുക, അതൊന്ന് പറഞ്ഞു, അറബിക്കായിരിക്കും ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നത് പോയത് നിൻ്റെ പണിയല്ലേ, ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്ത് ആകെ സ്ട്രെസ് എടുത്തൊന്ന് ലീവ് എടുക്കാൻ വരുന്ന സമയത്ത് എനിക്ക് തോന്നാവില്ല, അതൊക്കെ ചെയ്ത് നോക്കിക്കൊള്ളെന്ന് പറയും. പക്ഷെ 36 അത് അത്രയും വൃത്തിക്ക് ചെയ്തു എന്നുള്ള. അതിപ്പോൾ നമ്മൾ ഇന്ത്യയും കൂടെ ഒരു ബാധ്യതയാണല്ലോ. ബാധ്യത പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടുന്ന ബാധ്യതയാണ്. അത് ഞാൻ വിട്ടുന്നിട്ടും അത് മേക്കപ്പ് ചെയ്ത് പോയണേ എന്തായാലും എടുത്ത് പറയണം. അതിന് അവള് അർഹതപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഞാൻ പറയാന്നുള്ളതാണ്. ഇനി എനക്കാണ് അതിൽ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഉനൈസ പറയാക്കെ, അതായത് ഷെവീല് ചെയ്യേണ്ട പണി ഷെവീല് ചെയ്തിട്ടില്ല, അതുകൊണ്ടുള്ള ശക്തമായ വിയോജിപ്പ് ഞാൻ അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ ഡബിൾ ആയിട്ട് എങ്ങനെയാണ് ഉനൈസ? അതായത് ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്ത സമയത്ത് നോർമലി ഉള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയാണ്ട് പെട്ടെന്ന് ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്യാം. അതിന് മുമ്പ് ഞാൻ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം നോർമലി പക്ഷേ ഞാൻ അവരെ പഠിപ്പിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ക്ലാസ്സുകളോ അതൊന്നും ഞാൻ അറ്റൻഡ് ചെയ്യാം. പക്ഷേ ഐഫറിൽ ജോയിൻ സമയത്ത് ലൈവ് ക്ലാസ്സുകൾ നോർമലി 7 മണി ആ സമയത്താണല്ലോ, ഇവരെ പഠിപ്പിക്കേണ്ട സമയം അതാണല്ലോ. അപ്പം ഞാൻ ഈ ലൈവ് ഓപ്പൺ ഇത് തുറന്ന് വെച്ചിട്ട് ഇവരെ പഠിപ്പിക്കും. അങ്ങനെ അതിന് ഫസ്റ്റത്തെ ആ ജോയിൻ ചെയ്ത സമയത്തുണ്ടായി. പിന്നീട് എന്താ ഇവരെ ഈ എല്ലാത്തിനപ്പുറം ഇവർ അഡ്ജസ്റ്റ് ആയി എന്നുള്ളതാണ്. ഇവരെല്ലാത്തിനോടും എല്ലാം ഈ ഒരു വർഷമാണ് ഞാൻ അതിൻ്റെ പിന്നാലെ നടന്നത്. ആ ഒരു വർഷം കംപ്ലീറ്റ്ലി ഇവരെ അഡ്ജസ്റ്റ് ആയി. ഇവരെ ഞാൻ ടൈമിങ്, അതായത് ക്ലാസ് വിട്ട് വന്ന സമയത്ത് പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എനിക്ക് ലൈവ് കാണാമല്ലോ, എന്നിട്ട് ലൈവ് കഴിഞ്ഞിട്ട് ബാക്കി പഠിപ്പിക്കും. അങ്ങനെ അതിനു ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ സമയത്തും ഇവർ ആദ്യമൊക്കെ അവർക്ക് റിസ്ക് ആയിരുന്നു, പക്ഷെ പിന്നീട് ഇവരെല്ലാം ഓരോന്നിനോടും അഡ്ജസ്റ്റ് ആയി. എക്സാം ആകുമ്പോൾ പഠിക്കാൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവർ എന്തിനും വരില്ല, ഒരു ഡിസ്റ്റർബൻസിനും വരില്ല. അവരവരുടേതായ കളികളിലുണ്ടാവും. ഇത് തന്നെയാണ്, അവർ അഡ്ജസ്റ്റ് ആയി. കേരളത്തിലെ പല വീട്ടുകളിലും പാരന്റിങ് ലേണിംഗ് ഷെഡ്യൂൾ തീരുമാനിക്കുന്നത് ഐഫറിന്റെ ടൈം ടേബിൾ ആണെന്ന് തോന്നുന്നു. ഏറെക്കുറെ സത്യം. കാരണം പിന്നെ ജെറഫ് ക്ലബിന്റെ പിന്നെ പ്രശ്നമില്ല, അവർ എണീക്കുന്ന സമയമാവുന്നേ ഉള്ളൂ. അത് മാത്രല്ല, അത് നിങ്ങളെ ഒരു പോയിന്റ് പറഞ്ഞോണ്ട് പറയാം, ഒരു എയ്ഫറിസം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അത് 1.5 കൊല്ലമായിട്ട്, സത്യത്തിൽ 1.5 കൊല്ലൊക്കെ ഒരേ സിസ്റ്റർ വീട്ടിലേക്ക് കഴിഞ്ഞാല് ആ സിസ്റ്റം ആയിന്നല്ലേ ഇതിന്റെ അർത്ഥം. അല്ല, നമ്മള് ഒരു പ്രാവശ്യം കിട്ടാഞ്ഞിട്ട് അതിന് പോന്നിട്ടില്ല, പിന്നെ അതിൽ തന്നെ. അപ്പൊ ഒരു വർഷം 1.5 വർഷം അതിന്റെ പിന്നാലെ നിങ്ങൾ ചിലപ്പോ ജസ്റ്റ് നിങ്ങൾ സൈഡിൽ നിന്നുള്ള ഒരു ഫോട്ടോ കണ്ട കുട്ടിയൊക്കെ മനസ്സിലാവുക അനീസാറാന്നുള്ളത്. ഞാൻ പഠിക്കുന്ന കുട്ടികളെ സൗണ്ട് ഉണ്ടല്ലോ, ഞങ്ങൾ കൂട്ടറിന് പഠിക്കുന്ന അത് പറയും, ഇത് കറക്റ്റ് ഇന്നാളാണുള്ള സൗണ്ട് കേട്ടിട്ട് പറയും കുട്ടികൾ. ഈ ക്ലാസ് എടുക്കണ കേട്ടിട്ട് അത് ഇപ്പൊ നിങ്ങള് കഴിഞ്ഞ നാൾ കേട്ടതല്ലേ, അത് ഇനി കേൾക്കുകയാണോ? കുട്ടികൾ നല്ലോണം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വലിയൊരു പോസിറ്റീവായിട്ട് കണ്ടിരിക്കുന്നത് 1000 വട്ടം മക്കളോട് നിങ്ങൾ പഠിക്കുക പറഞ്ഞതിൻ്റെ റിസൾട്ടാണ് ഇവർ നമ്മളെ ലൈവ് കണ്ടിട്ട് ഇവർ മനസ്സിലാക്കുക. എൻ്റെ മക്കളോട് ഇനി എനിക്ക് പറയേണ്ട ആവശ്യമില്ല നമ്മൾ പഠിക്കണം എന്നുള്ളത്, ജസ്റ്റ് പഠിച്ചുകൂടെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ പഠിക്കണം എന്നുള്ള സംഗതി ഒരു കണ്ട് പഠിക്കാം. നമ്മൾ ചെയ്തെന്നുള്ള ഞങ്ങളെ കൊണ്ട് ഐഫർ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് വേറെ പ്ലാറ്റ്ഫോം ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അനുസരിച്ച് നടക്കുന്നുള്ളൂ. ഐഫറിൻ്റെ ചോദ്യം ചോദിച്ചിട്ടില്ല, എന്നാലും ഞാൻ പറയുമ്പോൾ പുറത്ത് വരുന്ന സംഗതികളാണ്. അതായത് നമ്മളെ മക്കൾ പഠിക്കാൻ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുക നമ്മൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ വേറെ ഒന്നിന്റെ ആവശ്യമില്ല. നമ്മൾ കമ്പനി സ്റ്റഡി പേപ്പർ 1 ഫുൾ കമ്പനി സ്റ്റഡി ആയിരുന്നല്ലോ. അപ്പോഴും ഒരു വന്ന സൈഡിൽ നിൽക്കും, പിന്നെ കുറെ നോക്കിയിരിക്കും, പിന്നെ ഓരോ കളികളിൽ ഏർപ്പെടും. അതന്നെയാണ്. അതായത് സമയത്തൊക്കെ നമ്മള് ഫാമിലി അങ്ങനെ സംഭവം കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് പഠിക്കാൻ വന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മള് കറക്റ്റ് ഉത്തരം പറഞ്ഞു, മനസ്സിലായില്ല ഒന്നോട് പറയാം, നമ്മൾ വീണ്ടും പറഞ്ഞു ഒക്കെ ഉണ്ടാവും. കുടുംബത്തിൽ നിന്നാണെങ്കിലോ അവൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കും, ആക്സിഡന്റ് ഞാൻ പറയും. അപ്പൊ അവൾ ഇങ്ങനെ ചെയ്തിട്ട് അപ്പൊ ഇത് ഞാൻ പറഞ്ഞ നല്ലൊരു കേട്ടോ കിട്ടണം ചെന്നിട്ട് പറയാം, ഇനി പറഞ്ഞാലാവൂല. രണ്ടാമത്തെ വട്ടം നീറ്റാവും. ഞാൻ ഒരു സംശയം ഒരു പ്രാവശ്യം ഞാൻ ചോദിക്കുന്നുണ്ടാവുള്ളൂ, അപ്പോൾ തന്നെ നീറ്റാവും. പിന്നെ ഞാൻ അപ്പുറത്ത് പോയി ഒറ്റ ഇരുന്ന് ആ വീഡിയോ നോക്കി ഞാൻ ആ പറഞ്ഞ വീഡിയോ അല്ലെങ്കിൽ ആ പറഞ്ഞ സംഗതികൾ നോക്കിയിട്ട് ഞാൻ അവസാനം എന്ത് ചെയ്തു അറിയോ, ഈ മാത്സിന്റെ ചില സംഗതി ഞാൻ ഇന്ന സംഭവമാക്കി പറയല്ലോ കേട്ടോ, നമുക്ക് കുറച്ച് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഏരിയ, നല്ല മാസ്റ്റർ ആകുന്ന ഒരു ഏരിയ. ആ ഏരിയയിൽ ഞാൻ എന്താക്കി
ഞാൻ ഈ വീഡിയോ അര സെക്കൻഡ് ഒരു അര മിനിറ്റ് 20 സെക്കൻഡുള്ള വീഡിയോ മാച്ച് ചെയ്യുന്നത് ട്രിക്കി ആയിട്ടുള്ള മാച്ചാണ്. അപ്പോൾ ഐഫറിൽ നമ്മൾ ആ സംഗതി ചെറിയത് ലാസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ തിയറി പഠിക്കുന്നതിൻ്റെ ബദലായിട്ട് കുറച്ച് സംഗതി ട്രിക്കി ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതെന്താക്കും, ഞാനിങ്ങനെ ഒരു 15 സെക്കൻഡുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യും. ഞാൻ ടൈപ്പ് ചെയ്യാനായിട്ട് തന്നെ എങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങോട്ടും അത് ഗ്രൂപ്പിൽ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ആ ഗ്രൂപ്പ് പോയി കാണാം. പിന്നെ കുറ്റബോധം തോന്നും കേട്ടോ, പറഞ്ഞു കൊടുക്കുക. ഞാൻ അറിയാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ അതാ പറയുക. പക്ഷെ അത് വേറെ തന്നെ നിങ്ങൾക്ക് അറിയാം. നമ്മളിപ്പോ സ്കൂളിൽ പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കണതും നമ്മളെ ഫാമിലിയിൽ ഒന്ന് പറയുന്നത് ഫാമിലിനോടുള്ള വെറുപ്പോണ്ടൊന്നല്ല, നമ്മളെ ഒരു ബോണ്ട് എങ്ങനെയാണ് പൊതുവെ ബാക്കി എല്ലാ വിഷയങ്ങളിലുള്ള നമ്മൾ ചിലപ്പോൾ വൺ ഓഫ് ദി ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്കിന് വാല്യൂ എടുക്കുന്ന ഒരു ടീമായിരിക്കാം ഈഫർ. അത് ഈഫറിൻ്റെ ഒരു കൾച്ചറാണ്. ഈഫറിൻ്റെ കൾച്ചറാണെന്ന് വെച്ചാൽ അത് എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, ഈഫറിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ തിങ്കളാഴ്ചയും ഓൾമോസ്റ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി വരുന്ന പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിങ്ങിൽ അനീസ് സർ പബ്ലിക്കായിട്ട് കുട്ടികളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈഫറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ, എന്തെങ്കിലും കൺസേണുകളുണ്ടോ എന്നുള്ളത് ആ ഒരു കോൺഫിഡൻസിൻ്റെ സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈഫറൈറ്റ്സ് ടീം മെമ്പേഴ്സ്, ഞാനത് ചോദിക്കുന്ന ധൈര്യം എന്താ വെച്ചാൽ ഈ ടീം മെമ്പേഴ്സിലുള്ള ധൈര്യമാണ്. ഞാനാകെ അത് ചോദിക്കാനേ അവിടെ എത്തുന്നുള്ളൂ, പക്ഷെ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഫീഡ്ബാക്കുകൾ ഇപ്പോൾ നമ്മൾ ഈ പ്രൈമൊക്കെ കിട്ടണമെങ്കിൽ ഫീഡ്ബാക്ക് നിർബന്ധമാണ്. ഇപ്രാവശ്യമൊക്കെ നമുക്ക് ആയിരക്കണക്കിന് ഫീഡ്ബാക്കുകളാണ്. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ആസ്പെക്റ്റിൽ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മുമ്പ് പല സംഭവങ്ങളും നമ്മളെ പോഡ്കാസ്റ്റുകളാവട്ടെ, ഈഫറൈറ്റ്സിൻ്റെ സജഷനാണ്, ഓക്കെ വലിയ വീഡിയോസ് കുറേ നേരം കാണുമ്പോൾ ബോറടിക്കുന്നുണ്ട് എന്നുള്ള ഈഫറൈറ്റ്സിൻ്റെ ഫീഡ്ബാക്ക് എന്നാണ് സത്യം പറഞ്ഞാൽ എജു റീൽസ് വരുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികൾ ഇപ്രാവശ്യം അമ്മമാർക്കും പാരൻസിനും വീഡിയോ കണ്ടുകൊണ്ട് ഓഡിയോ കേട്ടുകൊണ്ട് അവർ എൻഗേജ്ഡ് ആകുമ്പോൾ വീഡിയോയിൽ ഒരു കണക്ഷൻ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പുതുതായിട്ട് മൊത്തം കോണ്ടന്റ് പുതിയ ബാച്ചിൽ നമ്മൾ മോം കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ് കോണ്ടന്റ് കേട്ടിട്ട് പഠിക്കാനുള്ള ഒരു പുതിയ സാധനം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫീഡ്ബാക്കുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ എല്ലാ ബാച്ചിലും എൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ വേറൊരു ഗ്രൂപ്പ് ഉണ്ട് ചാരന്മാർ, ടു മേക്ക് ഷുവർ എവറിത്തിങ് ഈസ് വർക്കിംഗ് ഫൈൻ. അവരോട് ആരോണ്ട് നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല അത്ഭുതപ്പെടുത്തിയുള്ള സംഗതിയും കൂടിയാണ്. അതായത് ഇത്രയും സ്റ്റുഡൻറ്റ് പഠിക്കുന്ന ഒരു സ്ഥാപനം, ഇത്രയും സ്റ്റുഡൻസിൻ്റെ ആളുകൾക്ക് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എന്നിട്ട് എന്നെ പോലെ പല ആളുകളും പറയുന്നുണ്ടാവില്ല, ഇവരൊക്കെ വോയിസ് 1 by 1 ആയിട്ട് നിങ്ങൾ കേട്ട് നിങ്ങൾ റെസ്പോൺസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫോൺ കണ്ടാൽ ആ വോയിസ് ടാഗ് ചെയ്തിട്ട് അതിന് മറുപടി ഇടും, അടുത്ത വോയിസ് ഇട്ടാണ്ട് അതിന് മറുപടി ഇടും. അങ്ങനെ 1 by 1 ആയിട്ട് നിങ്ങൾ ഓരോ സംഗതി അഡ്രസ്സ് ചെയ്ത് പറയാം. അപ്പം തന്നെ ഞങ്ങളോട് പറയുന്നുണ്ട്, ഇത് കയറിപ്പോകും, ഇത് മുട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം വേറെ ലെവലാണ് മനസ്സിലായത്. ഓക്കെ, ലാസ്റ്റ് അതിൻ്റെ കണ്ടിന്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈഫർ ഒരുപാട് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്കൊരു കൺക്ലൂഷൻ ആസ്പെക്റ്റിൽ JRF ക്ലബ് ആവട്ടെ, എജു റീൽസ് ആവട്ടെ, ഡിസ്കഷൻ ആവട്ടെ, ഗ്രൂപ്പ് ഡിസ്കഷൻ ആവട്ടെ. അപ്പോൾ ഇത് നമ്മളും പറയേണ്ടത് എല്ലാവർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആവില്ല. അപ്പോൾ അതിൽ ഷെവീലിന് അല്ലെങ്കിൽ യൂനൈസ് ഇന്ന് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്ത് ആ സിസ്റ്റത്തിനെ കുറിച്ചൊരു ടേക്ക് കൂടിയും പറഞ്ഞിട്ട്, എസ്പെഷ്യലി നമ്മൾ ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ലേണിംഗ് ഒരു ഹാപ്പി എക്സ്പീരിയൻസ് ആവാന്നുള്ളൊരു വിഷനോട് കൂടിയിട്ടാണ്. ആ വിഷനുമായിട്ട് അലൈനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ ആ ഒരു സാധനം കൂടി വന്നിട്ട് നമുക്കിങ്ങനെ കൺക്ലൂഷൻ കൊടുക്കും. ഇത് സംഭവം എന്താ വെച്ചാൽ ഒരുവിധമൊക്കെ നമ്മളെ പഠനങ്ങളും സംഗതികളും ഒക്കെ ഒരുമിച്ചായതുകൊണ്ടും ഡിസ്കഷനൊക്കെ ഒരേപോലെ നടത്തുന്നതുകൊണ്ട് ഞങ്ങൾ പല സംഗതികളും ഷെയർ ചെയ്താണ്. അതുകൊണ്ട് സമാനമാണ് സംഗതികളൊക്കെ. ഐഫറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള സംഗതി എല്ലാ സംഗതിയും. ഇപ്പോൾ ആദ്യത്തെ ഒരു ടേമിൽ ഇന്ന സംഗതി, ഇപ്പം ലാസ്റ്റത്തേലല്ലേ ജൂറിയിൽ ഇന്നെ എഫക്ട് ചെയ്തിട്ടുള്ളത്, അതായത് ഇന്നെ സ്വാധീനിച്ചിട്ടുള്ളത് സെക്കൻഡ് ലാസ്റ്റത്തേല ആ നെറ്റ് കിട്ടിയതിലാണ്. അന്നാണ് എജൂറിയിലോണ്ട് ഒരു കളി ഞാൻ കളിച്ചിരുന്നത്. ലാസ്റ്റ് ഞങ്ങൾ പിന്നാലെ നടന്ന്, അത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളൊരു പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ ഒരു വീക്ക്നെസ്, നിങ്ങൾ ഓരോരുത്തരുടെ വീക്ക്നെസ് മനസ്സിലാക്കിക്കുന്നു, അതേപോലെ ഞാൻ നിങ്ങളെ വീക്ക്നെസ് മനസ്സിലാക്കി. അതായത് അനീസാറെ സംബന്ധിച്ചിടത്തോളം ഈ നെഗറ്റീവ്സ് ഐഫറിനെ കുറിച്ചുള്ള പോരായ്മകൾ പറഞ്ഞിടത്ത് ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. അവസാനം നമ്മളെ ഐഫറൈറ്റ്സ് എന്നുള്ള അഡ്വൈസറി ബോർഡിലേക്ക് ഇട്ടും ചെയ്ത്. അപ്പൊ അതിന്റെ പിന്നെ ആ ഒരു ഇതിന്റെ ഓഫറായിട്ട് നിങ്ങൾ എന്താക്കി തന്നെ റീൽസ് സംഗതി ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഓണാക്കി തരും. സംഗതി ഓൾറെഡി ഓണായി കിടക്കുന്നുണ്ട്, പക്ഷെ ഈ ആപ്പ് മാറിയോണ്ട് ഇത് എവിടെ കിടക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ ഒന്ന് കാണിച്ചപ്പോഴാണ് പിന്നെ തിരിഞ്ഞ്. അപ്പല്ലേ ഇതേപോലെ അങ്ങനെ കിട്ടാതിരിക്കല്ലോ. അപ്പൊ ഈ ഐഫറിനെ കുറ്റം പറയാത്ത ഒന്നും ഉണ്ടാവും, അത് കഴിഞ്ഞ് 5 മിനിറ്റ് ഉണ്ടാവും മാറ്റി പറയുന്നത് എനിക്കറിയാം. ഇതെല്ലാം സംഗതിക്കും അങ്ങനെ തന്നെ. ആ സ്പോട്ടിൽ കിട്ടില്ലേ അപ്പൊ ഉണ്ടാവും ലോഡ് കിട്ടും. ഞാൻ കഴിഞ്ഞാൽ അങ്ങനെ കുറെ ഇത് വന്നുകൊണ്ടാണ് നമുക്ക് മുമ്പത്തെ ആപ്പിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നമ്മളതൊക്കെ നമ്മളുടേതായ ഫീച്ചേഴ്സ് ആയതുകൊണ്ട്
നമ്മൾ മൊത്തം ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളാണ്. നോർമലി എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ചെറിയ പ്ലാറ്റ്ഫോമുകളൊക്കെ പുറത്ത് ആളുകളുണ്ടായ ആപ്പാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടേതായ യുണീക്നെസ് ഉണ്ടാവണമെന്ന് കരുതിയിട്ട് നമ്മളെ ERP നമ്മളെ ആപ്പൊക്കെ നമ്മൾ തന്നെയാണ് കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഓഫീസിലുള്ള ആൾ. അപ്പോൾ അതുകൊണ്ട് ഇനീഷ്യലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആപ്പ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ സ്പേസ് ആണ്. വേറെ എവിടെയും ഇല്ലാത്ത, ഞാൻ പറഞ്ഞ പോലെ ഡുവലിംഗോൻ്റെ ലീഡർഷിപ്പ് ബോർഡുകളുണ്ട്. ഈവൻ നമ്മൾ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാളുകൾ, പോസ്റ്റുകൾ, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആസ്പെക്റ്റുകളുണ്ട്. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വാട്സപ്പിൽ അടുത്ത 1-2 ബാച്ചോട് വിടുമ്പോൾ ഗ്രൂപ്പുകൾ, ചാറ്റുകളൊക്കെ ഇനി ആപ്പിലേക്ക് വരാൻ പാടും. ആപ്പിൽ അതായത് ഇപ്പോൾ ആപ്പിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ വാട്സപ്പ് പോലെ ചാറ്റ് ചെയ്യാൻ പറ്റും, വോയിസ് ഒക്കെ ഇടാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് അതിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കുട്ടികളുടെ ഫീഡ്ബാക്കിന് നമ്മളെ ഇൻട്രസ്റ്റിനേക്കാളേറെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ചെയ്തൊരു സാധനമായിരുന്നു, കുട്ടികൾക്ക് ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ആപ്പ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ നോർമലി എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകളൊന്നും എന്ത് ചെയ്യില്ല, സ്ക്രീൻഷോട്ട് അലോ ചെയ്യില്ല. കാരണം ക്വസ്റ്റ്യൻസ് ലീക്കാവും, കോണ്ടന്റ് ലീക്കാവും എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് പലതും പ്രധാനപ്പെട്ട ഏറ്റവും റീസെൻ്റ്ലി തീരുമാനം, ഒരുപാട് ഇഫറേറ്റ്സിൻ്റെ ഡിസ്കഷൻ മീറ്റിംഗ് വന്ന സമയത്ത് കുറേ ഫീഡ്ബാക്ക് വന്നു. അപ്പോൾ നമ്മുടെ മീറ്റിങ്ങിൽ ഇങ്ങനെ മാർക്കറ്റിംഗ് ടീമും അറ്റൻഡൻറ്റ് ടീമിലും അപ്പം സ്ക്രീൻഷോട്ട് കൊടുക്കണ്ടേ, മൊത്തം ആപ്പിൻ്റെ സ്ക്രീൻഷോട്ട് ആസ്പെക്ട് ആക്കണോ എന്നുള്ള ഡിസ്കഷൻ ചർച്ചയ്ക്ക് വന്നു. അവസാനം ഭയങ്കര ഡിബേറ്റ് പോയിന്റ് എത്തി. ഇതായാലും ഇത് ലീക്കാവും, പക്ഷേ കുറേ കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെയും അവസാനം നമ്മൾ പ്രയോറിറ്റി കൊടുത്തത്, ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവും, കുറച്ച് നേരത്തെ കൊടുത്തില്ല എന്നുള്ളത് നമ്മൾ ഇഫറേറ്റ്സിൻ്റെ അഭിമാനം, ഇഫറേറ്റ്സിൻ്റെ തീരുമാനം നമ്മൾ മാനിക്കുക. കാരണം ഇവരാണല്ലോ നമ്മൾ വലുതാക്കുന്നത്. ഇനി വരാൻ പോകുന്ന ആപ്പ് അപ്ഡേറ്റോട് കൂടി ആപ്പിലെ ക്വസ്റ്റ്യൻസും ആപ്പുകളൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാനും പറ്റും. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്തിട്ട് ഡൗട്ട് ചോദിക്കാൻ പറ്റുന്ന ലെവലിലേക്ക്. ആ ഒരു വികാരം ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ മനസ്സിലാവില്ല. ഒരു പക്ഷേ നിങ്ങളെക്കാട്ടിയും കൂടുതൽ ഞങ്ങൾക്ക് കൂടെ പഠിക്കണം. അപ്പം ഞങ്ങൾ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഒരേ വൈബിളുള്ള ആളുകൾ. അപ്പം നമ്മൾ എന്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പറയുമല്ലോ, ഓപ്പണായിട്ട് സംസാരിക്കും. അപ്പം അതിന് വരുന്ന ഒരുവിധ സംഗതികളാണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഒരു അഭിപ്രായം, ചിലവരൊക്കെ കൗണ്ടർ ചെയ്യും, അങ്ങനല്ല, അത് എൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ. അപ്പം നമ്മൾ തിരുത്തും. ചിലത് എല്ലാവരും ഐക്യകണ്ഠേന പറയും, കറക്റ്റാണ്, ഇവർ ഇത്രയും പൈസ വാങ്ങിയിട്ട് ഇതാണ് ചെയ്യുന്നത്, ചില സംഗതികൾ പറയും. അത് ഞങ്ങളടുത്ത് പറയും. നിങ്ങളടുത്ത് പറയുമ്പോൾ പോയിന്റ് അപ്പോൾ തന്നെ നിങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ പോലെ അത് നിങ്ങൾ പരിഗണിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ അതിലേക്ക് ഇറക്കി വെക്കാണ്. അങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരാതികൾ നമ്മളുണ്ടല്ലോ, ഈ മുട്ടുന്ന വാതിൽ തുറക്കപ്പെടുന്നുള്ള പ്രതീക്ഷിക്കപ്പെടുന്ന വാതിലല്ലേ മുട്ടുള്ളൂ. നമ്മൾ ഇതൊരു കാലത്തും തുറക്കൂല എന്നുണ്ടെങ്കിൽ പിന്നോട് മുട്ടാൻ പോകില്ല. നിങ്ങളോട് നിരന്തരമായിട്ട് ഞാൻ ഈ ഒരു പ്രശ്നങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ട് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ മുട്ടൂല. അപ്പം ഞാൻ വേറെ സംഗതിയോട് നിങ്ങൾ പറയാനുള്ളത്, ഇപ്പോൾ ഈ ആര്യ മേഡത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇപ്പോൾ പല ഗുരുവായിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പല വിഷയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ആപ്പിൻ്റെ പ്രശ്നമൊക്കെ വന്ന സമയത്ത് എന്ത് വിഷയം ചിലപ്പം നമ്മളെ പരാതികളായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം നമുക്ക് 36 സംസാരിക്കുമ്പോൾ വേറെ തന്നെ ഒരു നമുക്ക് അങ്ങനാണ്ട് അഗ്രസീവായിട്ട് പറയാനോ ഒന്നും തോന്നില്ല. കാരണം ഈ ലാസ്റ്റത്തെ ഒരു മീറ്റ് ഉണ്ടല്ലോ, നമ്മൾ കണ്ട് ഫേസ് ടു ഫേസ് നമ്മൾ കണ്ട് നേരിട്ട് നമ്മൾ ഇൻട്രാക്ഷൻ നടത്തി. ഇപ്പം നമ്മളിപ്പോൾ ശരിക്കൊരു ഫിസിക്കലി ഒരു ബോണ്ടായി. എന്താ സെൻസ് നമുക്ക് ആളറിയാം, ഒരു കുടുംബത്തെ പോലെ അറിയാം. അപ്പം ഞാൻ ഇനി ഫോണിൽ പറയുന്ന സമയത്തും നമ്മളെ മനസ്സിൽ പിക്ചറുണ്ട്, ഇന്നതാണ് ആള് എന്നുള്ളത്. മറ്റേ നമ്മൾ ആളറിയാതെ കുറേ വിളിച്ച് പറഞ്ഞ സംഗതികളുണ്ട്, അതൊക്കെ അറിയാം. നിങ്ങൾ ആരാന്ന് പോലെ അറിയാത്ത സമയത്ത് നിങ്ങൾ വിളിച്ചു, എന്തപ്പോ അനീസാറ്, ആരാ അനീസാറ്, നമ്മൾ പൈസ കൊടുത്തിട്ടല്ലോ അടിക്കണം എന്നുള്ള പിന്നാണ് അതിലേക്ക് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഐഫറിൻ്റെ മെറ്റീരിയൽസ് ആണെങ്കിലും സിസ്റ്റംസ് ആണെങ്കിലും വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതോടൊപ്പം പറയാനുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വരുന്ന നെഗറ്റീവുകൾ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുക എന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എല്ലാ സംഗതിയും പറഞ്ഞ അർത്ഥമല്ല. ഇപ്പോൾ ഞാൻ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയി എൻ്റെ ഇടയ്ക്ക്, അത് ഞാൻ വലിയ ഇതാക്കി പരയിലും പറഞ്ഞില്ല, പരയെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ട് എടുക്കും. എനിക്ക് ശരിക്കും 2 മാസത്തോളം ഇരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ജോലി എന്നൊക്കെ എല്ലാവരും. ഞാൻ എന്താക്കി, അത് പഠിച്ചോനെ എനിക്കൊരു അവസരം തന്നിരിക്കും ഇത് പഠിക്കാനുള്ള. ഞാൻ ആ ബാൻഡേജ് വിട്ടാണ്ട് അവിടെ കുറച്ച് കാലം ഇരുന്ന്, പിന്നെ നാട്ടിലൊന്നും ഇവിടെ ഇരുന്ന്, ഒരു പണിക്ക് പോകണ്ട, പരിപാടിക്ക് പോകണ്ട, റീസൺ ഉണ്ട്, കാലം കൊണ്ട് വയ്യ. പക്ഷെ പഠിക്കാനൊരു തടസ്സമല്ലല്ലോ. നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്, നമ്മൾക്കുള്ള ആവശ്യമുള്ള സ്പേസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ള. അതിലൊക്കെ ഒബ്വിയസ്ലി നല്ലൊരു, പിന്നെ കൂടെ എപ്പോഴും സപ്പോർട്ടീവായിട്ട് ഒരേ വൈബിൽ ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈബ് തന്നെയാണ്, വേറെ വൈബ് എന്നല്ല, അതൊരു ഫീൽ തന്നെയാണ് സംഗതി. കിടത്തത്തിലും എണീക്കുമ്പോഴും അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും സംസാരതല്ലേ. അതെ, എക്സാം എടുത്തിട്ടോ 27 ദിവസം 26 ദിവസം 25 അങ്ങോട്ട് വിടുമല്ലോ നിങ്ങൾ, ഒക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്യും. അപ്പം അതൊക്കെ വളരെയധികം മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാം നിൽക്കും. എല്ലാവരോടും നന്ദിയാണ് ഈ വിഷയത്തിൽ. ഓക്കെ, അവസാന ക്വസ്റ്റ്യനായിട്ട് 2 ആളാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട്. ഇപ്പം മത്സരം ഭയങ്കര കോമ്പറ്റീഷൻ ആവുകയാണ്, പല സബ്ജക്റ്റിൽ കട്ട് ഓഫ് കൂടുകയാണ്, കൂടുതൽ ആളുകൾ പ്രിപ്പയർ ചെയ്യുകയാണ്, മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് അവരോട്, അതായത്
അവരുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ജേണിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സമ്മറൈസ്ഡ് ആയിട്ട് എന്താണ് പറയാൻ ദ ഫൈനൽ വൺ? ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ സാഹചര്യത്തിലിരുന്ന് ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പഠിക്കാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ളവർ ഇത്ര പഠിക്കുന്നു, അവരിത്ര സമയം പഠിക്കുന്നു, അവർക്ക് നല്ലോണം പഠിക്കാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിച്ചിരിക്കുകയല്ല. നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് സമയം കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇതായിട്ടുള്ള കാര്യങ്ങൾ. ഒരിക്കൽ കൂടി JRF ഫാമിലി ആയിട്ടുള്ള ഉനൈസക്കും ഷെവീലിനും ഒരുപാട് അഭിനന്ദനങ്ങൾ. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു ഐ വിൽ സേ ഒരു പാരൻ്റ് ആണെങ്കിൽ നിങ്ങളൊരു വീട്ടിലൊരു ലേണിംഗ് കൾച്ചർ ക്രിയേറ്റ് ചെയ്യുക. ആ ലേണിംഗ് കൾച്ചറുമായിട്ട് നിങ്ങളെ മക്കൾക്കെല്ലാം അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും കൂടി ഒരുമിച്ച് പഠിക്കാൻ സാധിക്കും. ഒരു കൾച്ചറുള്ള വീട്ടിൽ ഒരിക്കലും നിങ്ങൾക്ക് പഠിക്കാൻ ഫാമിലി എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല. അത് മക്കളാവാം, പാരൻസ് ആവാം, ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാവാം, ഫാമിലി ആവാം. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം അവരുടെ വിജയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ നിർവഹിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളൊരു പാർട്ട്ണറാണെങ്കിൽ, നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ഹസ്ബൻഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൈഫാണെങ്കിൽ, നിങ്ങളുടെ അതർ പാർട്ട്ണർ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അവരുടെ പഠനത്തിൻ്റെ ഭാഗമാവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇനി നിങ്ങൾ പഠിക്കാനുള്ള ഓപ്ഷനുള്ള ഒരാളാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും കൂടി പഠിക്കാൻ ശ്രമിക്കുക. ഷെവീലും ഉനൈസയൊക്കെ പറഞ്ഞ പോലെ അത് വേറൊരു വൈബാണ് അല്ലേ? നിങ്ങൾക്ക് മറ്റൊരു പ്രണയത്തിൻ്റെ രൂപമായിട്ട് മേ ബി ആ ഒരു പഠനത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അവസാനമായിട്ട് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ആണെങ്കിൽ എല്ലാവർക്കും എല്ലാവരുടേതായ സിറ്റുവേഷൻസ് ഉണ്ടാവും. മറ്റ് പല ആളുകളുടെയും സിറ്റുവേഷനുമായിട്ട് നമ്മുടെ സിറ്റുവേഷനിൽ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവാം, കുറേ റിലേറ്റഡ് അല്ലാത്ത ഫാക്ടേഴ്സ് ഉണ്ടാവാം. വാട്ട് എവർ യുവർ സിറ്റുവേഷൻ ഈസ് നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ്, ഏത് ഏജ്ഡ് ആണ്, ഏത് സർക്കംസ്റ്റാൻസിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് ഡസിൻ മാറ്റർ. നിങ്ങളുടെ എഫേർട്ടുമായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു പറ്റം നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പറ്റം വാട്ട് വി ക്യാൻ സേ പ്ലാറ്റ്ഫോമുകളുടെ അല്ലെങ്കിൽ ഒരു മെക്കാനിസത്തിൻ്റെ ഭാഗമാവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുപാട് സ്നേഹം, സന്തോഷം പ്രാർത്ഥന.